പുതിയ അധ്യയന വർഷത്തെ ക്ലാസുകൾ 90+ മൈ ട്യൂഷൻ ആപ്പിൽ ആരംഭിച്ചിരിക്കുന്നു. ദ്വീപ് മിഠായിയുടെ മധുരം പോലെ ലളിതസുന്ദരമായിരുന്നു ലക്ഷദ്വീപിലെ മനുഷ്യരുടെ ജീവിതങ്ങൾ. ഈട്ടം കൂടി ഈർഷയില്ലാത്ത മനുഷ്യർ. കരജീവികളായ നമുക്ക് സങ്കല്പിക്കാനോ ഊഹിക്കാനോ കഴിയുന്നതിനുമപ്പുറം നിസ്സഹായരും നിഷ്കളങ്കരുമായ മനുഷ്യരാണ്. ഇരുകര തൊടാതെ ജീവിതങ്ങൾ. ഇവർക്കെതിരെയാണ് പകരക്കാരനായി എത്തിയ അഡ്മിനിസ്ട്രേറ്റർ ഗുണ്ട ആക്ടിന്റെ വാളെടുക്കുന്നത്. രാജ്യത്തെ മൊത്തം കുറ്റകൃത്യങ്ങളിൽ 0% മാത്രം പങ്കാളിത്തമുള്ള നാട് എന്നോർമ്മിക്കണം. തനത് സംസ്കാരവും ജീവിതശൈലിയും സംരക്ഷിച്ചു പിടിക്കാം എന്ന ഉറപ്പിൽ സംരക്ഷിച്ച ഗോത്രവർഗങ്ങളായി ഭരണഘടന കൽപ്പിച്ചു നൽകിയ അവകാശങ്ങളുള്ള മനുഷ്യരാണിവർ. അവരുടെ തീന്മേശയിലേക്ക് അഡ്മിനിസ്ട്രേറ്റർ കണ്ണുവയ്ക്കുന്നത് എന്തിനാണ്? ലക്ഷദ്വീപിനെ ഞെരുക്കി മെരുക്കി എടുക്കുന്നത് എന്തിനു വേണ്ടി, ആർക്കു വേണ്ടി? എൻകൗണ്ടർ പരിശോധിക്കുന്നു. ഇനി ലക്ഷ്യം ദ്വീപ്. അതിഥികളായി ലക്ഷദ്വീപിലെ MP മുഹമ്മദ് ഫൈസൽ, ദ്വീപിലെ BJP ജനറൽ സെക്രട്ടറി KH മുഹമ്മദ് ഖാസിം, DYFI ട്രഷറർ SK സജീഷ്, BJP സംസ്ഥാന കമ്മിറ്റി അംഗം PR ശിവശങ്കർ, ലക്ഷദ്വീപിലെ സാമൂഹ്യ പ്രവർത്തക അഡ്വക്കേറ്റ് ആറ്റബി എന്നിവർ നമുക്കൊപ്പം ചേരുന്നു. ആദ്യം PR ശിവശങ്കറിലേക്ക്. PR ശിവശങ്കർ, യഥാർത്ഥത്തിൽ ലക്ഷദ്വീപിൽ സംഭവിക്കുന്നത് എന്താണ്? ആരാണ് കള്ളം പറയുന്നത്? BJP സംസ്ഥാന അധ്യക്ഷൻ പറയുന്നത് ലക്ഷദ്വീപിൽ നടക്കുന്നത് മുഴുവൻ കള്ളപ്രചരണമാണ് എന്നാണ്. അങ്ങനെയാണോ? ഞാൻ ഡോക്ടർ അരുണിനോട് എന്റെ ക്ഷമാപണത്തോടുകൂടി തന്നെ തുടങ്ങട്ടെ. നുണ പറഞ്ഞു തുടങ്ങുന്നത് ഇവിടുത്തെ മാധ്യമങ്ങളാണ്. അതിലൊരു ഭാഗമായി താങ്കളും മാറിയിരിക്കുന്നു എന്ന് പറയുന്നത് എനിക്ക് വലിയ വിഷമമുണ്ട്. ഇപ്പൊ നോക്കൂ, ക്രൈം റേറ്റിന്റെ കാര്യം. അത് 2019 അവസാനം എത്തിയ ക്രൈം റേറ്റിൽ പറയുന്നത് 268, 1,00,268 എന്നുള്ള ക്രൈം റേറ്റ് ആണല്ലോ പറയുന്നത്. അപ്പൊ അവിടെ ക്രൈം നടക്കുന്നുണ്ട്. പക്ഷെ 1,00,000 ഇല്ലാത്തതിനാൽ, സംഖ്യ കുറവായതിനാൽ പെർസെന്റേജ് നടക്കുമ്പോൾ താങ്കൾ പറഞ്ഞത് ശരിയുമാണ്. അപ്പോ ഇത്തരത്തിൽ മറ്റു ശിവശങ്കർ, ഞാൻ തുടക്കത്തിൽ തടസ്സപ്പെടുത്തുകയല്ല. അങ്ങ് ഞാൻ പറഞ്ഞത് കള്ളമാണെന്ന് പറഞ്ഞുകൊണ്ട് പറയുകയാണ്. രാജ്യത്തെ മൊത്തം കുറ്റകൃത്യത്തിൽ ലക്ഷദ്വീപിന്റെ പങ്ക് എത്രയാണ്, എത്ര ശതമാനമാണ്? അത് നമ്മുടെ കയ്യിൽ, എന്റെ കയ്യില നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുണ്ട്. ആ കണക്കിൽ പറയുന്നത് എത്രയാണ്? അത് തന്നെയാണ് തെറ്റ്. അപ്പൊ നാഷണൽ, ദേശീയ തലത്തിലുള്ള പോപ്പുലേഷനിലെ എത്ര പെർസെന്റേജ് ജനസംഖ്യയാണ് അവിടെ ഉള്ളത്? അതും കുറ്റകൃത്യവും തമ്മിൽ എന്ത് ബന്ധം? പെർസെന്റേജ് പറയുമ്പോഴാണ് സാർ ഞാനതാ പറഞ്ഞത്. ഈ 1,00,268 എന്നുള്ള ക്രൈം റേറ്റ് താങ്കളുടെ മുൻപിൽ തന്നെയുള്ള ആ ക്രൈം റേറ്റ് റേഷ്യോ ഉണ്ടല്ലോ. കർണാടകയിൽ എത്രയാണ്? 248. അപ്പോ 1,00,000 എത്ര ക്രൈം റേറ്റ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ 268 പേര് ക്രൈം ചെയ്യുന്നുണ്ട്. പക്ഷെ പെർസെന്റേജ് നോക്കിക്കഴിഞ്ഞാൽ 138 കോടി ജനസംഖ്യയുള്ള പെർസെന്റേജിൽ വെറും 60,000 അല്ലെങ്കിൽ 80,000 ജനങ്ങളുള്ള ആ അവിടെ പെർസെന്റേജ് വളരെ 0 ആയിരിക്കും. ഒരൊറ്റ ക്രൈം നടന്നിട്ടില്ല അവിടെ. സീറോയാണ് രാജ്യത്തെ മൊത്തം കുറ്റകൃത്യങ്ങളുടെ മൊത്തം കണക്കിൽ NCRB പുറത്തുവിട്ടിരിക്കുന്ന കണക്ക്. അതിന്റെ അർത്ഥം അവിടെ കുറ്റകൃത്യങ്ങൾ ഇല്ലെന്നല്ല. ദേശീയ തലത്തിൽ ഗൗരവമേറിയ കുറ്റകൃത്യങ്ങളൊന്നും ലക്ഷദ്വീപിൽ നടക്കുന്നില്ല. ഉദാഹരണത്തിന് സർ, അതും തെറ്റാണ് സർ. പറയൂ സർ. ഒരു സീരിയൽ, ഒരു പെൺകുട്ടി, 16 വയസ്സായ പെൺകുട്ടിയെ അടക്കം നിരന്തരം പീഡിപ്പിച്ച കേസടക്കം ധാരാളം കേസുകൾ നമ്മുടെ അടുത്തുണ്ട്. അവിടെ 3 കോടതി ഉണ്ടാകും. കോടതിയിൽ എത്ര കേസുണ്ടെന്ന് വേണമെങ്കിൽ ഞാൻ കുറച്ചു നേരം കഴിഞ്ഞാൽ പറഞ്ഞു തരാം. ഞാനിപ്പോ പറയാം സാർ. ഇപ്പോൾ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കനുസരിച്ചും ഇപ്പോൾ അവിടെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന കണക്കനുസരിച്ചും മൊത്തം ഈ ലക്ഷദ്വീപിൽ ഇതുവരെ നടന്ന കൊലപാതകങ്ങൾ എത്രയാണെന്ന് അറിയാമോ സാർ? 3 കൊലപാതകങ്ങൾ ലക്ഷദ്വീപിന്റെ ചരിത്രത്തിൽ. ശരി, കൊലപാതകങ്ങൾ ഞാൻ സമ്മതിക്കുന്നു. വെടിവെപ്പ് നടന്നിട്ടില്ല. 3 എണ്ണം. വെടിവെപ്പ് നടന്നിട്ടില്ലേ? 3 എണ്ണം. മൊത്തം ഇതുവരെ നടന്നിരിക്കുന്നത് 3 എണ്ണം. ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിന് ശേഷം ഏതാണ്ട് 50,000 പേര് വോട്ട് ചെയ്ത സ്ഥലത്ത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം NCPയും കോൺഗ്രസും തമ്മിൽ സംഘടന ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം സംഭവിക്കുന്നുണ്ട്. ഏതാണ്ട് 1,00,000 താഴെ സ്ഥലത്ത് ഇതൊക്കെ നടക്കും. സാർ, ഒരു യൂണിയൻ ടെറിട്ടറിയുടെ ചരിത്രത്തിൽ 3 പേർ മാത്രം കൊല ചെയ്യപ്പെട്ട മർഡർ നടന്നൊരു സ്ഥലം. ആകെ 19 രാഷ്ട്രീയ സംഘടനകളാണ് ഈ 2019 മുതൽ ഇതുവരെ നടന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ഓർമ്മിക്കണം, കഴിഞ്ഞ 3 വർഷമായി നടന്ന മൊത്തം സംഘടനകൾ 19. ഇവിടെ ഒരു മണിക്കൂറിൽ നമ്മുടെ കേരളത്തിൽ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് നടക്കുന്ന കണക്ക്. സർ, ഈ ഒരു സംസ്ഥാനത്ത് ഗുണ്ട ആക്ടിന്റെ ഒരു കരടുമായി അഡ്മിനിസ്ട്രേറ്റർ വരാനുള്ള ലോജിക്ക് എന്താണ്? സിമ്പിൾ.
വെരി സിമ്പിൾ. ഞാൻ തിരിച്ചു വെച്ചോട്ടെ. ഇപ്പോ MG റോഡിലൂടെ താങ്കൾ യാത്ര ചെയ്യുന്നു, തൊട്ടടുത്ത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ആൽക്കഹോൾ ടെസ്റ്റ് ചെയ്യുന്നുണ്ട് പോലീസ് ട്രാവൽ ചെയ്യുമ്പോൾ, താങ്കൾ വണ്ടി ഓടിക്കുന്നിരിക്കും, താങ്കൾ എന്തിനാ ഭയക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോ ഇത്തരത്തിലുള്ളൊരു നിയമം വരുമ്പോൾ അല്ല ഒരു മിനിറ്റ് സർ, ഒരു മിനിറ്റ്, ചോദ്യങ്ങൾ കഴിഞ്ഞല്ലോ, ഞാൻ ഉത്തരം പറഞ്ഞോട്ടെ. അപ്പൊ നിയമങ്ങളെ ഭയക്കേണ്ടത് തെറ്റ് ചെയ്യുന്നവരാണ്, കുറ്റം ചെയ്യുന്നവരാണ്. അപ്പോ അതല്ല ഇവിടെ പ്രശ്നം. അപ്പോ ഇവിടെ കുറ്റകൃത്യങ്ങൾ മറ്റു രീതിയിൽ നടക്കുന്നില്ല. നിങ്ങൾ ക്രൈം റേറ്റ് ഇത്തരത്തിലുള്ള രീതിയിൽ ചെയ്യുന്നില്ല എങ്കിൽ അവിടെ അന്താരാഷ്ട്ര കുറ്റകൃത്യങ്ങൾ മറ്റു രീതിയിൽ നടക്കുമ്പോൾ അതിനെ ഒരു രീതിയിലും സഹായിക്കുന്നില്ല എന്നുള്ള നിലപാട്, അവിടുത്തെ ആളുകൾ സഹായിക്കുന്നില്ല നിലപാട് നമ്മൾ ഇപ്പോഴേ എടുക്കണോ? അപ്പോൾ അത്തരത്തിലുള്ള വലിയ കുറ്റകൃത്യങ്ങളുടെ കേന്ദ്രമാകാൻ സാധ്യതയുള്ള സ്ഥലം അല്ലെങ്കിൽ അതിനുമായി ചുറ്റപ്പെട്ട് നടക്കുന്നു എന്നുള്ളതെല്ലാം രാജ്യം എന്ന രീതിയിൽ എനിക്കൊന്ന് ഇടപെട്ടേ പറ്റൂ. ഇത് കേൾക്കുന്ന ആളുകളെ സംബന്ധിച്ച് തെറ്റിദ്ധാരണ ഉണ്ടാവും. ഈ ലക്ഷദ്വീപിൽ നിന്ന് എങ്ങനെ കരുതണമോ എന്നാണ് താങ്കൾ ചോദിച്ചത്? ഈ കുറ്റകൃത്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഇടമോ? അതെന്താണ് സാർ ഈ സാധ്യതയുള്ള ഇടം? സാധ്യതയുള്ള ഇടം എന്ന് വെച്ചാൽ അതിന്റെ ചുറ്റുമായിട്ട് ഒരുപാട് ക്രൈം അതേപോലെയുള്ള ഇല്ലീഗൽ ആക്ടിവിറ്റീസ് നടക്കുന്നത് കൊണ്ട് തന്നെ അതുമായിട്ട് ഒരു ബന്ധമില്ല അവിടുത്തെ ആൾക്കാർക്ക് നാം വിശ്വസിക്കണം. എനിക്ക് തോന്നുന്നില്ല ഇത്തരത്തിലുള്ള ഒരു നിയമം വന്നതുകൊണ്ട് അവരുടെ ഐഡന്റിറ്റിയെ ചോദ്യം ചെയ്യുന്നു എന്നുള്ള നിയമം ശരിയല്ല. അങ്ങനെയാണെങ്കിൽ ഒരു കുറ്റവും ചെയ്യാത്ത മറ്റു പല സ്ഥലത്തും ഇത്തരത്തിലുള്ള നിയമങ്ങളില്ലേ? മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ സർ എവിടെയുണ്ട് സർ? ഒരു കുറ്റവും ചെയ്യാത്ത സ്ഥലത്ത് എവിടെയാണ് സർ ഗുണ്ട ആക്ട്? അതിന്റെ ലോജിക്ക് എന്താണ് സർ? ഒരു കുറ്റവും ഇല്ലാത്തൊരു സ്ഥലത്ത് ഗുണ്ട ആക്ട് വരുന്നതിന്റെ ലോജിക്ക് എന്താണ്? ഭാവിയിൽ കുറ്റം ചെയ്യുന്നത് തടയാനാണോ? അപ്പോൾ കുറ്റം ചെയ്യുന്ന ഘട്ടത്തിൽ ഗുണ്ട ആക്ട് വരുന്നത്. ഒരു കുറ്റം ചെയ്യുന്നില്ലെങ്കിൽ അവിടെ ഒരു ആക്ട് വന്നാൽ എന്താണ് ഒരു പ്രശ്നം? എനിക്ക് അതാ മനസ്സിലാകാത്തത് സർ. ഈ ഗുണ്ട ആക്ട് വരണമെങ്കിൽ ഒരു കാരണം വേണ്ടേ? ആ കാരണം എന്താണ്? അല്ല, ഒരു വന്നു വെച്ചാൽ എന്താ കുഴപ്പം? അതാണോ സാർ? അങ്ങനെ വെറുതെ വരുന്ന ഭാവിയിൽ അത്തരത്തിലുള്ള ഇത്തരത്തിൽ ആഗ്രഹമുള്ള ഒരാൾക്ക് ഇത്തരത്തിൽ കുറ്റകൃത്യത്തിലേക്ക് വരാതിരിക്കാനുള്ള ഒരു ഭയം ഉണ്ടാവില്ലേ? എല്ലാ കുറ്റകൃത്യങ്ങളും നടന്നതിന് ശേഷം മാത്രം ഒരു കുറ്റകൃത്യത്തെ കുറിച്ച് ഒരു പൂർവ്വചരിത്രം ഉണ്ടാവണം. എല്ലാം നടന്നതിന് ശേഷം മാത്രമേ ആ നിയമം വന്നാൽ മതി എന്നാണോ സാർ? എന്റെ വീട്ടിൽ സംഘടന നടക്കുമെന്നോർത്ത് എന്റെ വീടിനെ നിങ്ങൾ ഇപ്പോഴേ എന്തിനാണ് ബന്ദിയാക്കുന്നത്? എന്തിനാണ് എന്റെ വീടിനെ നിങ്ങൾ ചാപ്പ കുത്തുന്നത്? ഈ നാട്ടിൽ ഒരു കുറ്റകൃത്യത്തിന്റെ പൂർവ്വ ചരിത്രം ഉണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞത് മനസ്സിലാക്കാം. കുറ്റകൃത്യത്തിന് ഇപ്പൊ കണ്ണൂരിൽ ഗുണ്ട ആക്ട് വന്നു, തിരുവനന്തപുരത്ത് ഗുണ്ട ആക്ട് വന്നു എന്നൊക്കെ പറഞ്ഞാൽ എനിക്കത് മനസ്സിലാക്കാം. എന്റെ നാട് ഈ കരയിലായിരുന്നു. ലക്ഷദ്വീപിലാണെങ്കിൽ ആ ഡോറ് പോലും വേണ്ട, അങ്ങനെയുള്ള മനുഷ്യരാ ലക്ഷദ്വീപിൽ. മോഷണം അവിടെ നടന്നത് എത്രയാണെന്നറിയാമോ? കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട് 12 മോഷണം ഇവിടെ ഒരു പഞ്ചായത്തിലെ വാർഡിൽ നടക്കും 1 മണിക്കൂറിനുള്ളിൽ. ആ സ്ഥലത്താണ് സാർ ഗുണ്ട ആക്ട് വെച്ചിരിക്കുന്നത്. വാതിലും ഡോറും വെക്കണമോ എന്ന് പോലും ആ മനുഷ്യർ ആലോചിക്കാത്തൊരു നാടാണത്. ആ നാട്ടിലാണ് ഗുണ്ട ആക്ട് കൊണ്ടുവരുന്നത്. എന്നിട്ട് അങ്ങ് പറയുന്ന ലോജിക്ക് എനിക്ക് മനസ്സിലാകാത്തതായിരിക്കും. ഇത് കാണുന്ന പ്രേക്ഷകർക്ക് മനസ്സിലാവട്ടെ. ഭാവിയിൽ ചെയ്തേക്കാവുന്ന കുറ്റകൃത്യങ്ങൾ തടയാൻ ഒരു ഗുണ്ട ആക്ട് അല്ല. അത് മാത്രമല്ലോ നിങ്ങൾ ഒരു ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഞാൻ ചോദിക്കട്ടെ. ഇപ്പോ ഈ CAA ആക്ടിനെതിരെ അവിടെ വലിയ പ്രതിഷേധം നടന്നില്ലേ? കളക്ടറുടെ ഓഫീസിലേക്ക് അടിച്ചു കയറിയില്ലേ? അത്തരത്തിലുള്ള വലിയ പ്രകടനങ്ങൾ നടന്നില്ലേ? അതൊരു കുറ്റകൃത്യമാണോ CAA ആക്ടിനെതിരെയുള്ള പ്രതിഷേധം? കളക്ടറുടെ ഓഫീസിലേക്ക് അതിക്രമിച്ചില്ലായിരുന്നു കുറ്റകൃത്യമല്ലേ? അതിക്രമിച്ചാണോ കയറിയത്? സെക്രട്ടേറിയറ്റിനുള്ളിൽ നിങ്ങൾ നടത്തിയത് ഈ CPM നടത്തി കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് CPM നടത്തുന്നതല്ല അതിക്രമമാണോ സെക്രട്ടേറിയറ്റ് പരിസരത്തേക്ക്? അത് സമരമാർഗങ്ങളല്ലേ സാർ? അതിന്റെ പേരിൽ എത്ര സമരമാർഗങ്ങൾ ചെയ്താൽ കേസെടുക്കില്ലേ? എന്നിട്ടാണോ നിങ്ങളുടെ നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയിൽ 0% രേഖപ്പെടുത്തിയത്? ഇല്ല, തെറ്റാണ്. താങ്കൾ പറയുന്ന കണക്ക് തെറ്റാണ്. അത് 0 എന്നുള്ളത് അതിനേക്കാൾ ചെറിയ സംഖ്യ കൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. 268 എന്നുള്ള തൊട്ടടുത്തുള്ള കണക്ക് നിങ്ങൾ കാണിക്കുന്നില്ലല്ലോ. ക്രൈം റേറ്റില് 1,00,000 268 എന്ന് പറയുമ്പോൾ പെർസെന്റേജ് എടുത്ത് കാണിക്കുന്ന ഈ മാധ്യമ ധർമ്മത്തെയാണ് ഞാൻ എതിർക്കുന്നത്. അപ്പോ പെർസെന്റേജ് പറയുന്നു. അപ്പോ അത് മറ്റുള്ള പല ഇതിലും നിങ്ങൾക്ക് താല്പര്യമുള്ള ഒരു കണക്കുകൾ എടുത്ത് പ്രസന്റ് ചെയ്യുക. തൊട്ടപ്പുറത്ത് യഥാർത്ഥ കണക്കുകൾ ഉള്ളപ്പോൾ അതിനെ മറച്ചു വെക്കുക എന്നുള്ള നയമാണ് താങ്കൾ കാണിക്കുന്നത്. കേരളത്തിൽ 1287.7 നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയിൽ കേരളത്തിന്റെ കുറ്റകൃത്യങ്ങളുടെ കണക്ക്. 267.6 ഈ ലക്ഷദ്വീപിലെ കണക്ക്. കേരളത്തെ അപേക്ഷിച്ച് എത്ര കുറവാണ് ലക്ഷദ്വീപിലെ കണക്കെന്ന് നമ്മളോട് പറയും. കേരളം ആ അർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ കുറ്റകൃത്യങ്ങൾ ഉണ്ടെന്ന് പറയുന്നത് റെക്കോർഡ് ചെയ്യപ്പെടുന്ന കുറ്റകൃത്യങ്ങളുടെ എണ്ണത്തിലാണ്. എൻ്റെ ചോദ്യം ഇതാണ്, ഇത്രയും അധികം കുറ്റകൃത്യങ്ങൾ കുറഞ്ഞിരിക്കുന്ന ഒരു നാട്ടിൽ ഗുണ്ട ആക്ട് കൊണ്ടുവരുന്നതിൻ്റെ ലോജിക്, ഞാനിത് ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട് കാരണം അങ്ങ് പറഞ്ഞൊരു ലോജിക്ക് എനിക്ക് മനസ്സിലാവാത്തതുകൊണ്ടാണ്. ഭാവിയിലെ കുറ്റകൃത്യങ്ങൾ തടയാൻ ഇപ്പോഴേ ഒരു ഗുണ്ട ആക്ട് എന്നതിൻ്റെ ലോജിക്കാണ്. അത് ആ നാടിനെ നമ്മൾ യഥാർത്ഥത്തിൽ കാണുന്നത് വില കുറച്ച് കാണൽ കൂടിയല്ലേ? ആ മനുഷ്യരെ നമ്മൾ വില കുറച്ച് കാണൽ കൂടിയല്ലേ?
സാർ, അവിടുത്തെ കണക്കുകളും ജീവിതങ്ങളും എനിക്കറിയാവുന്നതാണ് നേരിട്ട്. കാര്യം എനിക്ക് കുറച്ച് വിദ്യാർത്ഥികളുണ്ടായിരുന്നു ലക്ഷദ്വീപിൽ നിന്ന്. സാധുക്കളാണ് സാർ അവർ. ഒരു ഗുരുതരമായ കുറ്റകൃത്യം പോയിട്ട് മോഷ്ടിക്കാൻ പോലും കൃത്യമായിട്ട് അറിയാത്ത മനുഷ്യരാണ്. അവിടെ ആകെ മോഷണത്തിന് കേസ് എത്ര റിപ്പോർട്ട് ചെയ്തേക്കെന്ന് അറിയാമോ സാർ? അങ്ങ് ആ പോലീസ് സ്റ്റേഷൻ വിളിച്ചൊന്ന് ചോദിക്കണം. 10-ൽ താഴെയാണ് കഴിഞ്ഞ 5 വർഷങ്ങളിൽ. ഇതാണ് ലക്ഷദ്വീപിലെ അവസ്ഥ. ഞാൻ പറഞ്ഞോട്ടെ, താങ്കൾ പറഞ്ഞല്ലോ കേരളത്തിലെ കുറ്റകൃത്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടാണെന്ന്. അതേ ലോജിക്ക് അപ്പോഴാണെങ്കിൽ അവിടെയും ആവാമല്ലോ. എന്തുകൊണ്ട് അവിടെ യൂണിയൻ ടെറിട്ടറിയാണ് സാർ. അതുകൊണ്ട് എന്താ കാര്യം? കേന്ദ്രമാണ് സാർ ഭരിക്കുന്നത്. ജനങ്ങൾ അതുകൊണ്ട് എന്താ ജനങ്ങൾ റിപ്പോർട്ട് ചെയ്യാണ്ടിരുന്നാൽ നരേന്ദ്രമോദി ഒന്നും റിപ്പോർട്ട് ചെയ്യിക്കണമെന്നാണ് പറയുന്നത്. അതാണോ? എന്ത് ഇല്ലോജിക്കലായിട്ടായിരുന്നു ഇന്ന് സംസാരിക്കുന്നത്? എന്തിനാണ് ഇത്തരത്തിലുള്ള അവിടുത്തെ ആളുകൾ പാവങ്ങളാണ്, അപ്പൊ കേരളത്തിലെ ആളുകൾ എല്ലാം ദുഷ്ടന്മാരെന്നാണ് പറയുന്നത്. ഇത്തരത്തിൽ എന്റെ ശിഷ്യന്മാരായിരുന്നു, അവർക്ക് മോഷ്ടിക്കാൻ അറിയില്ല. താങ്കൾ മോഷ്ടിക്കാൻ അറിയുമില്ല എന്നായിരുന്നു ക്ലാസ് എടുത്തിരുന്നത് അവിടെ. എനിക്ക് മനസ്സിലാകുന്നില്ല. ഇത് വൈകാരികമായ ഒരു വിഷയം കൂടിയാണ്. അത് അല്ല, എനിക്ക് തോന്നുന്നത് അല്ല, ഞാൻ പറയട്ടെ, നമുക്ക് ഈ വ്യക്തിപരമായ ആളുകൾ നല്ലവരാണ്, ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ അവിടുത്തെ ആളുകൾ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് ഈ കാര്യത്തിലടക്കം എന്നേ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഞാൻ സമ്മതിക്കുന്നു. കാരണം അവിടുത്തെ ജനങ്ങള് ഒരിക്കലും മുസ്ലിം ലീഗിന്റെയോ SDPയുടെയോ ജമാഅത്തിയുടെ അടക്കമുള്ള തീവ്രവാദ സംഘടനകളുമായി ഒരിക്കലും യോജിക്കാത്ത ആൾക്കാരാണ്. അത്തരത്തിലുള്ള വലിയ നേട്ടങ്ങൾ അവർക്കുണ്ട്, ഞാൻ തീർച്ചയായിട്ടും സമ്മതിക്കുന്നു. പക്ഷേ അതിന്റെ പേരിൽ, വികസനത്തിന്റെ പേരിൽ അവിടെ വരുന്ന നിയമങ്ങളെല്ലാം അതാത് പ്രദേശത്തെ ചില താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ, അല്ലെങ്കിൽ അവരുടെ മതഘടനയുടെ ഭാഗമായി മാത്രമേ വരാൻ പാടുള്ളൂ. വികസനമായാലും നിയമമായാലും ബാക്കി എല്ലാം എന്ന് പറയുന്നത് സത്യത്തിൽ അവരെ ചെറുതാക്കുകയാണ്, അവരെ ഒരു മതരാജ്യമാക്കി മാറ്റുവാനുള്ള നിങ്ങളുടെ ശ്രമത്തിന്റെ ഭാഗമാണ്. അവർ യഥാർത്ഥത്തിൽ കുറെ കൂടി വിശാലമായി ചിന്തിക്കുന്ന ആളുകളാണ്. അത്തരത്തിലുള്ള ആളുകളെ ഭയപ്പെടുത്തി തന്റെ കൂടെ ആക്കുക എന്നുള്ള ഒരു താല്പര്യമാണ് ഇവിടുത്തെ മാധ്യമങ്ങൾക്കും ചില രാഷ്ട്രീയ കക്ഷികളും പിന്തുടരുന്നത് എന്നതാണ് ഈ പ്രശ്നത്തിന്റെ യഥാർത്ഥ ഇഷ്യൂ. യഥാർത്ഥത്തിൽ PR ശിവശങ്കർ, ഞാൻ ഇതിനകത്ത് മതം എന്നൊരു വാക്കേ ഉപയോഗിച്ചില്ല. അത് ഞാൻ മനഃപൂർവ്വം ഉപയോഗിക്കാഞ്ഞതാണ്. 99% ആളുകൾ ഇപ്പോൾ താങ്കൾ പറഞ്ഞപ്പോഴാണ് അതിന്റെ യഥാർത്ഥ കാരണം പിടികിട്ടിയത്. അതൊരു മതരാഷ്ട്രമാകുമോ എന്നുള്ളൊരു ആശങ്ക BJP പ്രവർത്തകർക്കുണ്ട്, കേന്ദ്ര സർക്കാരിനുണ്ട്. അതുകൊണ്ട് പ്രഫുൽ ഖോഡ പട്ടേലിനെ അങ്ങോട്ട് അയക്കുന്നു. അദ്ദേഹം ഗുണ്ട ആക്ട് നടപ്പിൽ വരുത്താൻ ശ്രമിക്കുന്നു. അവിടുത്തെ വിദ്യാർത്ഥികളുടെ ഭക്ഷണത്തിൽ നിന്ന് ബീഫ് എടുത്ത് മാറ്റി എന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ ശരിയാണോ ഇല്ലെന്ന് എനിക്കറിയില്ല. നമുക്ക് ഈ സിനിമാ തിയേറ്ററിന് വേണ്ടി അവിടുത്തെ ആളുകൾ ആവശ്യപ്പെട്ടോ? സിനിമാ തിയേറ്ററുകൾക്ക് വേണ്ടി സാർ, ഇത് കവരത്തിയിലെ ജനങ്ങളോ അഗത്തിയിലെ ജനങ്ങളോ സിനിമാ തിയേറ്ററിന് വേണ്ടി ആവശ്യപ്പെട്ടിരുന്നോ? അല്ല, അപ്പൊ അവിടക്കാർക്ക് സിനിമ കാണണ്ടെന്നാണ് അവർ ഇവിടെ വന്ന സിനിമ കാണുന്നില്ല. അല്ലാതെ കാണണമെന്ന് ആരാ തീരുമാനിക്കേണ്ടത്? അവിടെ സിനിമ ഷൂട്ട് ചെയ്യാൻ അവിടെ സമ്മതിച്ചല്ലോ. അനാർക്കലി സിനിമ പൃഥ്വിരാജ് അല്ലേ സിനിമ അഭിനയിച്ചത്? അതിന്റെ സംവിധായകന്റെ നോട്ടുണ്ട്. അന്ന് അവിടെ ഒരു സംഘടന ചെയ്ത സമരമുണ്ട്, ഒന്ന് വായിച്ചു നോക്കും മുഴുവൻ. അതായത് സിനിമ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയാണോ സച്ചി എഴുതിയ ലേഖനമുണ്ട്. അവിടെ എങ്ങനെ സിനിമ ഷൂട്ട് ചെയ്യാൻ സമ്മതിച്ചു എന്ന് സച്ചി എഴുതിയ ലേഖനം ഇൻട്രസ്റ്റ് കിടക്കുന്നുണ്ട്, ഒന്ന് വായിച്ചു നോക്കാം. പൃഥ്വിരാജിന്റെ ഫേസ്ബുക്ക് പോസ്റ്റും ഉണ്ട് സാർ. എന്തെന്ന്? സിനിമ ഷൂട്ട് ചെയ്യാൻ വേണ്ടി സഹകരിച്ചത് രണ്ടാമത്തെ സിനിമയ്ക്ക് വേണ്ടിയാണ് നാട്ടുകാർ സ്വാഗതം ചെയ്തുകൊണ്ട് പോയത്. സ്വാഗതം ചെയ്തേ ചെന്നില്ല. പിന്നെ പൃഥ്വിരാജ് വരുന്നതിന് 3 ദിവസം മുമ്പ് സച്ചി പോയപ്പോൾ സച്ചി അനുഭവിച്ച നീണ്ട കഥകള് എക്സ്പ്രസിൽ എഴുതിയിട്ടുണ്ട്, അതൊന്ന് വായിച്ചു നോക്കി. താങ്കൾ പത്രപ്രവർത്തകനാണല്ലോ. പൃഥ്വിരാജിന്റെ മാത്രം ഫേസ്ബുക്ക് വായിച്ചുകൊണ്ട് അതിനെ സച്ചി, അതിന്റെ സംവിധായകനായിരുന്നു സച്ചി. ഒരു നിമിഷം, നമ്മൾ എന്തായാലും ഇത്രയും പറഞ്ഞതിൽ നിന്ന് പ്രേക്ഷകർക്ക് കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ടാവും. ഒടുവിൽ നമ്മൾ സിനിമാ ഷൂട്ടിങ്ങിന് ആ സ്ഥലം കൊടുക്കാതെ ജനങ്ങൾ അവിടെ ഒരു പ്രത്യേക രീതിയിൽ ജീവിക്കുന്നതിനാൽ ഈ ഭരണകൂടം ഇടപെടുന്നു എന്നതാണ് അങ്ങ് നൽകുന്ന വ്യാഖ്യാനം. അതിൻ്റെ ലോജിക്ക് വളരെ അപകടകരമാണ് ഒരു ഘട്ടം കഴിഞ്ഞാൽ. ഞാനതിൻ്റെ ഉള്ളിലേക്കൊന്നും കടക്കുന്നില്ല, കാരണം അത് ഡിഫെൻഡ് ചെയ്യേണ്ട ഉത്തരവാദിത്വം എനിക്കുള്ളതുപോലെ തന്നെ അവിടുത്തെ പ്രതിനിധികൾക്കുണ്ട്. നമുക്കൊപ്പം ചേരുന്നത് ദ്വീപിൽ നിന്നുള്ള മുഹമ്മദ് ഫൈസൽ MP ആണ്. MP മുഹമ്മദ് ഫൈസൽ, ഇവിടെ PR ശിവശങ്കർ പറഞ്ഞ കാര്യങ്ങൾ താങ്കൾ കേട്ട് കാണും. ഇവിടെ ഗുണ്ട ആക്ട് നടപ്പിൽ വരുത്താനും പ്രഫുൽ ഖോഡ പട്ടേൽ ഇറങ്ങാനുമുള്ളൊരു കാരണം അവിടുത്തെ ജനങ്ങളുടെ ഒരു പ്രത്യേകതരം ജീവിത രീതി ആ പ്രദേശത്തെ ഒരു മതരാഷ്ട്രമാക്കി മാറ്റുന്നു എന്ന് സംശയമുള്ളത് കൊണ്ടാണെന്ന് അദ്ദേഹം തുറന്നങ്ങ് പറഞ്ഞു. യഥാർത്ഥത്തിൽ അവിടെ ഈ ഗുണ്ട ആക്ട് വരുന്നതിനനുസരിച്ചുള്ള കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ടോ? അല്ല, അങ്ങനെ മതരാഷ്ട്രത്തെ കുറിച്ച് പറഞ്ഞിട്ടില്ല. അത് പിൻവലിക്കുകയാണോ? അത് പിൻവലിക്കുകയാണോ ആ സ്റ്റേറ്റ്മെന്റ്? ഞാൻ തീർച്ചയായിട്ടും പിൻവലിക്കുന്നു. അവിടെ അങ്ങനെ മതരാഷ്ട്രവാദമുള്ള സംഘടനകളെ അടുപ്പിക്കാത്ത ഏറ്റവും മഹത്തരമായ പാരമ്പര്യമുള്ള ഒരു ദ്വീപാണെന്നാണ് ഞാൻ പറഞ്ഞത്. അല്ല, അവിടെ ഒരു പ്രത്യേക മതത്തിന്റെ അടിസ്ഥാനത്തിൽ മതരാഷ്ട്ര ജീവിതത്തിലേക്ക് പോകുന്നു എന്ന് താങ്കൾ പറഞ്ഞില്ലേ?
അല്ല, അത് ഞാൻ പറഞ്ഞത് സിനിമ തിയേറ്റർ അവിടെ ഉണ്ടോ എന്ന് താങ്കളുടെ പിൻവലിക്കുകയാണ് തമ്മിൽ കണക്ട് ചെയ്തു. അല്ല, അതല്ല, ഞാൻ പിൻവലിച്ചിട്ടില്ല. 2 ഉത്തരവും കൂടി ക്ലബ് ചെയ്തതിനാണ് ഞാനിത്. ഓക്കെ, ശരി. ശ്രീ മുഹമ്മദ് ഫൈസൽ, യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് ലക്ഷദ്വീപിൽ? ലക്ഷദ്വീപിൽ ഇന്ന് ഏറ്റവും ഒരു ചർച്ചാ വിഷയമായ കേരള മാധ്യമങ്ങൾ മുഴുവനും, മാത്രമല്ല ഇന്ന് നാഷണൽ മീഡിയ, ഇൻ്റർനാഷണൽ മീഡിയ വരെ ചർച്ച ചെയ്യപ്പെട്ട ഒരു പ്രദേശമായി മാറിയിരിക്കുകയാണ് ലക്ഷദ്വീപ്. ഈ ലക്ഷദ്വീപിൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? എന്താണ് ലക്ഷദ്വീപ് ഇത്രയും വലിയ ചർച്ചയിലേക്ക് അല്ലെങ്കിൽ മീഡിയയുടെ സെൻറ്ററിലേക്ക് അല്ലെങ്കിൽ സെൻറ്റർ ഓഫ് അട്രാക്ഷനായി മാറാനുണ്ടാകുന്ന കാരണം എന്താണ്? ഇവിടെ വളരെ വ്യക്തമായിട്ട് ഞാൻ കാര്യങ്ങൾ മുമ്പോട്ട് വെക്കാം. ലക്ഷദ്വീപ് ജനത വളരെ സമാധാനകാംക്ഷികളും സമാധാനപ്രിയരും റിയലി പാട്രിയറ്റ്സ് ആണ്. അവർ സ്നേഹികളാണ്. ഇവിടെ ലക്ഷദ്വീപിലേക്ക് കടന്നു വരുന്ന ഓരോ വ്യക്തികളെയും അവർക്ക് ലക്ഷദ്വീപുമായി മുൻ പരിചയമില്ലെങ്കിലും അവരെ വീട്ടിലേക്ക് ക്ഷണിച്ചു കൊണ്ടുപോയി ഒരു ഗ്ലാസ് ചായയെങ്കിലും കൊടുത്തുകൊണ്ട് സൽക്കരിക്കുന്ന ആതിഥേയ മര്യാദ ഉള്ള ഏറ്റവും കൂടുതൽ ആതിഥേയ മര്യാദയുടെ അങ്ങേയറ്റത്തെ സങ്കല്പം കാത്തു സൂക്ഷിക്കുന്നവരാണ് ലക്ഷദ്വീപ് ജനത. ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? ലക്ഷദ്വീപിലേക്ക് പുതുതായി ചാർജ് എടുത്ത് വന്ന അല്ലെങ്കിൽ അധിക ചുമതല കൊടുത്ത ഒരു അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ കോടഭായ് പട്ടേൽ, അദ്ദേഹം ലക്ഷദ്വീപിലേക്ക് ആദ്യമായി കടന്നു വരുന്നതിലൂടെ ലക്ഷദ്വീപിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ എന്താണ്? ഇവിടെ ഏറ്റവും കൂടുതൽ ലക്ഷദ്വീപിനെ പ്രശംസിച്ച, ലോക ജനത മുഴുവനും വാഴ്ത്തിയ ആദ്യത്തെ കോവിഡ് വേവിൽ നിന്നും ലക്ഷദ്വീപ് എന്ന തുരുത്തിനെ എങ്ങനെ സംരക്ഷിച്ച് നിർത്താൻ സാധിച്ചു എന്ന് ലോകം മുഴുവനും ഇതിനെക്കുറിച്ച് ഒരു പഠനം നടത്താൻ തയ്യാറായത്. എങ്ങനെ സാധിച്ചു? അന്ന് അവിടെ ഉണ്ടായ അന്ന് നേരത്തെ ഉണ്ടായിരുന്ന ലക്ഷദ്വീപിൻ്റെ അഡ്മിനിസ്ട്രേറ്റർ, അദ്ദേഹം ഇന്ന് മരണപ്പെട്ടു പോയി, ദിനേശ്വർ ശർമ്മ. അദ്ദേഹം IPS ഓഫീസറായിരുന്നു. അദ്ദേഹവും അവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ട മെമ്പർ, ഞാനടങ്ങുന്ന മെമ്പർമാരും ഉദ്യോഗസ്ഥന്മാരും എല്ലാവരും സഹകരണത്തോടെ കൂടിയാലോചിച്ചുകൊണ്ട് തീരുമാനമെടുക്കുകയുണ്ടായി. ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കോവിഡിനെ കണ്ടെയ്ൻ ചെയ്യാൻ വേണ്ടി കേരളത്തിലും ലക്ഷദ്വീപിലുമായി ക്വാറന്റൈൻ സംവിധാനം നിലവിൽ കൊണ്ടുവന്നു. അങ്ങനെ ലക്ഷദ്വീപിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തികൾക്കും കേരളത്തിൽ ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷൻ ഒരുക്കി വച്ചിരിക്കുന്ന ക്വാറന്റൈനിൽ ഒരാഴ്ച താമസിച്ചതിന് ശേഷം അവരെ കോവിഡ് ടെസ്റ്റ് നടത്തി, RT-PCR ടെസ്റ്റ് നടത്തി നെഗറ്റീവായവരെ മാത്രം ലക്ഷദ്വീപിലേക്ക് അയക്കുക. ലക്ഷദ്വീപിലേക്ക് എത്തുമ്പോഴേക്കും വീണ്ടും ഒരാഴ്ച മിനിമമെങ്കിലും അവരുടെ വീടുകളിൽ ഹോം ക്വാറന്റൈൻ സംവിധാനം അത് നിരീക്ഷിച്ചുകൊണ്ട് നിർബന്ധമായിട്ടും കൊണ്ടുപോകുന്നത് എന്തുകൊണ്ടായിരുന്നു? ലക്ഷദ്വീപിൽ എന്തെങ്കിലും അത്യാഹിതങ്ങൾ സംഭവിക്കുന്ന സാഹചര്യത്തിൽ അവിടുത്തെ ആശുപത്രികളിൽ അത് മീറ്റ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ അല്ലെങ്കിൽ അതിനോടനുബന്ധിതമായിട്ടുള്ള കാര്യങ്ങൾ, ചികിത്സകൾ നൽകാനുള്ള എക്സ്പേർട്ട് ട്രീറ്റ്മെൻറ്റ് ഇല്ലാത്തത് കൊണ്ട് അത് ബുദ്ധിമുട്ടായി വരുന്ന ഒരു സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ ക്വാറന്റൈൻ സംവിധാനം നിലനിർത്തിക്കൊണ്ട് ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷൻ കൊണ്ടുവരുന്നത്. പ്രഫുൽ കോടഭായ് പട്ടേൽ അദ്ദേഹത്തിൻ്റെ ആദ്യ വരവോടുകൂടി ആ ക്വാറന്റൈൻ നിയമങ്ങൾ ലംഘിച്ചുകൊണ്ടാണ് അദ്ദേഹം വരുന്നത്. വന്നതിന് ശേഷം മാത്രമല്ല അന്ന് നിലനിൽ നിന്ന സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറിലേക്ക് അദ്ദേഹം കൈകടത്തിക്കൊണ്ട് എല്ലാം റിലാക്സ് ചെയ്യാനുള്ള തീരുമാനത്തെ കൊണ്ടുപോയി. അതിന് അദ്ദേഹം പറഞ്ഞ കാരണം എക്കണോമിക് ഡെവലപ്മെൻറ്റ് ആണ്, എത്ര വർഷം നമുക്കിങ്ങനെ അടച്ചിടാൻ പറ്റും, അതുകൊണ്ട് ഇത് എല്ലാം ലിബറലൈസായിട്ട് തുറന്നു വിടണം എന്നുള്ള കാര്യം പറഞ്ഞപ്പോൾ അന്നും തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ ഞങ്ങളെല്ലാവരും ഒറ്റസ്വരത്തിൽ പറഞ്ഞത് എക്കണോമിക് ആക്ടിവിറ്റി നടക്കണമെന്ന് തന്നെയാണ് ലക്ഷദ്വീപിൻ്റെ ആഗ്രഹവും. മറിച്ച് ഇതിൽ നിലനിർത്തേണ്ടത് അറ്റ്ലീസ്റ്റ് ഈ RT-PCR ടെസ്റ്റ് നെഗറ്റീവായ ആൾക്കാർ കപ്പലിൽ കയറുന്നത് വരെയെങ്കിലും, കാരണം RT-PCR ടെസ്റ്റ് നെഗറ്റീവായതിനു ശേഷം വീണ്ടും മാർക്കറ്റിലോ ഷോപ്പിങ്ങിനോ പോയി ഇൻഫെക്റ്റഡ് ആവാൻ ചാൻസ് ഉണ്ട്. അവർ കപ്പലിൽ കയറിക്കഴിഞ്ഞ് ദ്വീപിലെത്തിക്കഴിഞ്ഞാൽ അവർക്ക് വീണ്ടും ക്വാറന്റൈൻ ഇല്ല. അതുകൊണ്ട് അവിടെ സ്പ്രെഡ് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അറ്റ്ലീസ്റ്റ് അവർ കപ്പൽ കയറുന്നവരെങ്കിലും അവരുടെ ക്വാറന്റൈൻ സംവിധാനത്തിൽ നിർത്തണമെന്ന് ലക്ഷദ്വീപിലെ ജനങ്ങൾ മുഴുവനും പാർട്ടി ഭേദമന്യേ ഈവൻ BJP-ക്കാരടക്കം എഴുതി കൊടുത്തിട്ടും അദ്ദേഹം അത് മാനിക്കാൻ തയ്യാറായിട്ടില്ല. അത് മുഴുവനായിട്ട് അത് ക്വാറന്റൈൻ സംവിധാനം എടുത്തു കളഞ്ഞുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് പോയി. അതിന്റെ ഭാഗമായി ഏറ്റവും ഒടുവിൽ എത്ര കോവിഡ് കണക്കുണ്ട് ശ്രീ മുഹമ്മദ് ഫൈസൽ? അവിടെ ഇന്ന് ഏകദേശം 6000-ഓളം കേസുകൾ അവിടെ റിപ്പോർട്ട് ചെയ്തു. 24 മരണം റിപ്പോർട്ട് ചെയ്തു ഒഫീഷ്യലായിട്ട്. ഇന്ന് 4 ദ്വീപുകൾ പരിപൂർണമായിട്ടും ലോക്ക്ഡൌണിലാണ്. ഓർമ്മിച്ചു വെക്കണം, എങ്ങനെയാണ് 0-ൽ നിന്ന് 6000-ലേക്ക് ലക്ഷദ്വീപിനെ കൊണ്ടെത്തിച്ചത് എന്നതിന്റെ ഉദാഹരണമാണ് അദ്ദേഹം പറഞ്ഞത്. ഒരു നിമിഷം ശ്രീ മുഹമ്മദ് ഫൈസൽ, മനസ്സിലായി. ആ പോയിന്റ് വെൽ ക്ലിയർഡ് ആണ്. അതിനകത്ത് എന്താണ് PR ശിവശങ്കറിന് പറയാനുള്ളത് നമുക്കൊന്ന് കേൾക്കണം. അത് കേട്ടതിന് ശേഷം ഞാൻ തിരിച്ചു വരാം. PR ശിവശങ്കർ, ചുരുങ്ങിയ വാക്കുകളിൽ ഇതൊരു അഡ്മിനിസ്ട്രേറ്റീവ് ഫെയിലിയർ ആണെന്ന് അങ്ങ് സമ്മതിക്കുമോ?
അഡ്മിനിസ്ട്രേറ്റീവ് ഫെയിലിയർ ആണ് എന്ന് സമ്മതിക്കുമ്പോൾ തന്നെ അവിടെ ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുമായി ചേർന്നുകൊണ്ട് ഇവർ നടത്തിയ ഭരണപരിഷ്കാരങ്ങൾ അത് തെറ്റോ ശരിയോ എന്നുള്ളത് ഹൈക്കോടതിയിലും പോയി ഹൈക്കോടതിയിൽ നിന്ന് ക്ലിയറൻസ് കിട്ടിയതിനു ശേഷം മാത്രമാണ് ഇത് നടപ്പിലാക്കിയത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് തെറ്റുണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യാവുന്നതാണ്. അഡ്മിനിസ്ട്രേറ്റീവ് ഫെയിലിയർ ആണ് ആ കാരണം. ഒന്നും മതി ഈ അഡ്മിനിസ്ട്രേറ്ററെ തിരിച്ചു വിളിക്കാൻ. സിമ്പിൾ റീസൺ. ശരി, അങ്ങനെയാണെങ്കിൽ അല്ലല്ല അതാ ഞാൻ അതല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞത് അവിടെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി ഉണ്ടോ, അവരുടെയും കൂടി തീരുമാനപ്രകാരമാണോ നടപ്പിലാക്കിയത്? അത് ഹൈക്കോടതിയിൽ, എറണാകുളത്തുള്ള ഹൈക്കോടതിയിൽ വന്നതാണോ? അവിടെ നിന്ന് ഹൈക്കോടതിയുടെയും കൂടി സമ്മതപ്രകാരമാണോ ഈ SOP മാറ്റിയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ തെറ്റ് എല്ലായിടത്തും ഉണ്ട്. ചെറിയ വർഷം അങ്ങനെയാണെങ്കിൽ സംസ്ഥാനത്തെ ചെറിയ പാളിച്ച 24 മരണം, 6000-ഓളം കോവിഡ് രോഗികൾ. ശരി, ഞാൻ തിരിച്ചു വരാം. ഈ മുഹമ്മദ് ഫൈസൽ, ഇന്ന് BJP സംസ്ഥാന അധ്യക്ഷനൊക്കെ പറഞ്ഞത് അമുലിന്റെ വരവിനെ തടയാൻ നിങ്ങൾ ശ്രമിക്കുന്നു. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അമുലിന്റെ വരവിനെ നിങ്ങൾ എന്തിനു തടയണം? സ്വകാര്യ കമ്പനികൾ വേണ്ടി നിങ്ങൾ വക്കാലത്ത് എടുത്തിട്ടുണ്ടോ? കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന അമുലൊരു സഹകരണ സ്ഥാപനമാണെന്നേ. ആ സ്ഥാപനത്തെ നിങ്ങൾ എതിർക്കുന്നത് ഈ സമരത്തിന്റെയും ലക്ഷദ്വീപിൽ നടക്കുന്ന പ്രതിഷേധങ്ങളുടെയും മൊത്തം മുനയൊടിക്കില്ലേ എന്നതാണ് ചോദ്യം. ഇല്ല, ഇവിടെ അത് വളച്ചൊടിക്കപ്പെടുകയാണ്. അമൂലിനെ എതിർക്കുന്നത് ആ രീതിയിലല്ല. അവിടെ അമൂൽ ഇത് ലക്ഷദ്വീപിലേക്ക് അമൂൽ ആദ്യം ഈ പ്രഫുൽ കോടാഭായ് പട്ടേൽ വന്നതിന് ശേഷമല്ല അമൂൽ വരുന്നത്. ഇതിനു മുമ്പ് അമൂൽ വന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ നാം മനസ്സിലാക്കേണ്ട കാര്യം, ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷൻ്റെ കീഴിലുള്ള ഡയറി ഫാമുകൾ അടച്ചുപൂട്ടിക്കൊണ്ട് അവിടെയുള്ള പശുക്കളെയൊക്കെ ഓപ്ഷൻ ചെയ്ത് അവിടെയുള്ള ബാക്കിയുള്ള എല്ലാ ആക്സസറീസും വിറ്റുകൊണ്ട് അങ്ങനെ ഒരു സംവിധാനം വേണ്ട, അടച്ചുപൂട്ടിക്കള. ഇനി ലക്ഷദ്വീപിൻ്റെ കോഓപ്പറേറ്റീവ് സൊസൈറ്റികളിൽ ഈ പറയപ്പെടുന്ന അമൂലിന്റെ പ്രോഡക്റ്റുകൾ മാത്രം വിറ്റാൽ മതി എന്നതിനാണ് ലക്ഷദ്വീപ് ജവന എതിർക്കുന്നത്. ബാക്കി 2 അതിഥികളും ദയവ് ചെയ്ത് തുടരണം. ശ്രീ സജീഷ് ആൻഡ് അറ്റാബി, ഞാൻ നിങ്ങളോട് ഒരു 5 മിനിറ്റിന് ശേഷം തിരിച്ചു വരാം. കാര്യം ഇത് വളരെ സ്പെസിഫിക് ആയ ചോദ്യങ്ങളാണ്. നമുക്കതിനുള്ള ഉത്തരമാണ് കിട്ടേണ്ടത്. പ്രേക്ഷകരാകെ കൺഫ്യൂസ്ഡ് ആയിരിക്കുന്നു ഇന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞതിലൂടെ. PR ശിവശങ്കർ, അമുലിനെ കൊണ്ടുവരുന്നതിനെ എതിർക്കാനുള്ള കാരണം അങ്ങേക്ക് ബോധ്യമായല്ലോ. എന്തിനാണ് ലക്ഷദ്വീപിലെ നിവാസികളുടെ ഈ ഡയറി ഫാമുകൾ അടച്ചുപൂട്ടാൻ ഈ അഡ്മിനിസ്ട്രേറ്റർ ഉത്തരവിട്ടത്? ഞാൻ മനസ്സിലാക്കുന്നത് കവരത്തിയിലാണ് ഈ പറയുന്ന ഡയറി ഫാം ഉള്ളത്. 35 പശുക്കളും അതുപോലെ തന്നെ മൂരിയും, അതായത് കാളകളും ചേർന്നിട്ടുള്ളതാണ്. 35ഓളം പശുക്കളാണ്. ഇതിൽ ഏതാണ്ട് 20ഓളം പശുക്കളാണ് പാൽ ചുമത്തുന്നത്. 100 ലിറ്ററോളമാണ് കിട്ടുന്നത്. ഇതിന് ഒരു പെർമനന്റ് ജോലിക്കാരായി 16 പേരും, പിന്നെ ഈ പശുക്കളെ മറ്റുള്ള നോക്കുവാനും സപ്ലൈ ചെയ്യാനായിട്ട് 100 കണക്ക്, പല കണക്കുകൾ പറയുന്നുണ്ട്, വളരെ വലിയ കണക്കുകൾ പറയുന്നുണ്ട്, എനിക്കറിയില്ല. ഏതായാലും വളരെ അധികമുള്ള ഒരു ജനക്കൂട്ടമുണ്ട്. 1 ലിറ്ററിന് 70 രൂപയ്ക്ക് കിട്ടേണ്ട പാലിന് ഇതിന് കോസ്റ്റ് വളരെ അധികമാകുന്നു. 800 രൂപ വരെ എന്നൊക്കെയാണ് പല കണക്കുകളും സൂചിപ്പിക്കുന്നത്. എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അപ്പോൾ ഇത്ര വലിയ വിലയ്ക്ക് ഈ 100 ലിറ്റർ പാല് ലഭിച്ചിട്ട് 100 200 ലിറ്റർ ആയിക്കോട്ടെ, അവിടുത്തെ യഥാർത്ഥ ജനങ്ങൾക്ക് എത്തിക്കാൻ കഴിയില്ല, വലിയ എക്സ്പെൻസ് വരുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയുള്ള അതിന്റെ തെറ്റ്. അപ്പോ അതിന് പകരം ആ പണം കൊണ്ട് കൂടുതൽ ജനങ്ങൾക്ക് ഈ പാല് എത്തിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമാണ്. അത് വളരെ വളരെ യുക്തിസഹമായ ഒരു ആർഗ്യുമെന്റ് ആണ്. ശ്രീ മുഹമ്മദ് ഫൈസൽ, അവിടെ 1 ലിറ്റർ പാലിന് എത്ര രൂപയാണ്? അല്ല, അത് ചോദിക്കല. അത് ഇവിടെ ശിവശങ്കർ പറയുന്നത് എന്താണ്? ഫൈസൽ തുടർന്നോളൂ. അല്ല, അതിൽ ചോദ്യത്തിൽ ഒരു തെറ്റുണ്ട്. ഇല്ല, ഇവിടെ അതിന്റെ പാലിന് വില എത്രയാണെന്നല്ല ചോദിക്കേണ്ടത്, പാലിന്റെ എക്സ്പെൻസ് എത്രയാകും. അല്ല, അത് ഭരണകൂടം കൊടുക്കുന്നതാണ് അതിന്റെ എക്സ്പെൻസ്. ജനങ്ങൾക്ക് കിട്ടുന്നത് 70 രൂപയായിരിക്കും. റൈറ്റ്. ശ്രീ മുഹമ്മദ് ഫൈസൽ, അതിനൊരു ക്ലാരിറ്റി വേണം. എത്ര രൂപയാണ് 1 ലിറ്റർ പാൽ ഉൽപ്പാദിപ്പിക്കാൻ ചിലവാകുന്നത്? അതിന് സർക്കാരിന് ഭാരിച്ച തുക ചിലവ് വരുന്നു ലക്ഷദ്വീപിലെ ആളുകളെ പാൽ കുടിപ്പിക്കാൻ. അതുകൊണ്ട് അമുൽ കൊണ്ടുവരാൻ തീരുമാനിച്ചു. സിമ്പിൾ ലോജിക്കാണ്. ഇതൊക്കെ ഇതിൽ കാര്യമായി മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ഇവിടെ ഡിസ്ട്രിക്ട് പഞ്ചായത്തിന്റെ കീഴിലാണ് ഈ ഡയറി ഫാമുകളൊക്കെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ഇവിടെ ഡയറി ഫാം അടച്ചു പൂട്ടാൻ പോകുമ്പോഴോ ഇവിടുത്തെ അമൂലുകൾ ഇവിടെ വരുമ്പോഴോ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ ഒരു ജനാധിപത്യ സംവിധാനമുണ്ട്. ആ ജനാധിപത്യ സംവിധാനത്തിൽ ഈ പ്രഫുൽ കോടാഭായ് പട്ടേൽ വന്നതിന് ശേഷമാണോ നഷ്ടം വന്നിരിക്കുന്നത്? അല്ലെങ്കിൽ ആ നഷ്ടത്തെക്കുറിച്ചല്ല ഇവിടെ മനസ്സിലാക്കേണ്ടത്. നഷ്ടം പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ പറഞ്ഞതിൽ ഒരു കാര്യം ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നഷ്ടം സഹിച്ചാണ് അവിടെ പാൽ വിതരണം നടക്കുന്നത്. ശരിയാണോ? ഇവിടെ ഈ ഒരു ഡയറി ഫാമിൽ നിന്നുകൊണ്ട് എത്ര പാലാണ് ഉൽപ്പാദിപ്പിക്കുന്നത്, എത്ര നഷ്ടമാണ് ഈ ലക്ഷദ്വീപിൽ ഇതിൽ ഉണ്ടായെന്നുള്ള കണക്ക് ബോധിപ്പിക്കാൻ പറ്റുമോ ശിവശങ്കറിന്?
ഏതായാലും ഞാൻ പറഞ്ഞ കണക്കുകൾ അദ്ദേഹം ലംഘിച്ചില്ല. ഇല്ല, ഈ പറയപ്പെടുന്ന വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ നഷ്ടക്കണക്കാണ് ഇവിടെ മുന്നോട്ട് വെക്കുന്നതെങ്കിൽ ആ രീതിയിലുള്ള സമീപനമല്ല ഇതിലൂടെ നടപ്പിലാക്കിയിരിക്കുന്നത്. ശരി 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 അതിനകത്തൊരു ക്ലാരിറ്റി താങ്കൾ പറഞ്ഞതിൽ നിന്ന് ഏകദേശം ബോധ്യമായി. എന്തായാലും ആ സബ്സിഡി ഒഴിവാക്കാൻ വേണ്ടി അമുൽ കമ്പനിയെ കൊണ്ടുവരുന്നു, കൂടുതൽ പാല് കിട്ടുന്നു. ഈ അമുൽ കമ്പനി വരുന്നതിനെ നിങ്ങൾ എതിർക്കുമ്പോൾ സ്വാഭാവികം ഇങ്ങനൊരു വിഷയമുണ്ട്. പക്ഷേ നിങ്ങൾ പറഞ്ഞൊരു വളരെ പ്രധാനപ്പെട്ട വിഷയമുണ്ട്, അത് നമ്മുടെ ചർച്ചയുടെ രണ്ടാം ഘട്ടത്തിൽ സജീഷും മറ്റാബിയും ഒക്കെ പങ്കെടുക്കുന്നുണ്ട്. ആ ഘട്ടത്തിൽ നമുക്ക് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. മൂന്നാമത്തെ സ്പെസിഫിക് ആയ ഒരു കാര്യം, ഈ ബീഫ് നിരോധിച്ചു അല്ലെങ്കിൽ മാംസാഹാരം നിരോധിച്ചു എന്ന രീതിയിൽ വ്യാപകമായ പ്രചരണം നടക്കുന്നുണ്ട്. അത് ശരിയാണോ ശ്രീ ഫൈസൽ? ഇല്ല, നിരോധിക്കാനുള്ള ശ്രമം, അതായത് ഇപ്പോഴും ആ ഒരു ഡ്രാഫ്റ്റ് നോട്ടിഫിക്കേഷൻ ഇങ്ങനെ ലക്ഷദ്വീപിൻ്റെ തനതായ സംസ്കാരം, ലക്ഷദ്വീപുകാർ ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ ഇഷ്ടഭക്ഷണത്തിലേക്ക് കൈകടത്തുന്ന രീതിയിലേക്കുള്ള ഒരു ആനിമൽ പ്രിസർവേഷൻ റെഗുലേഷൻ കൊണ്ടുവരേണ്ടതിന്റെ ആവശ്യകത എന്താണ്? അവിടെയാണ് ചോദ്യം വരുന്നത്. അല്ല, അതായത് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അവിടെ ബീഫ് നിരോധനം ഇപ്പോൾ നിലവിൽ ഒരു ഡ്രാഫ്റ്റ് ആയിട്ട് പോലും ലക്ഷദ്വീപിൽ ഇല്ലല്ലോ. ആനിമൽ ഇല്ല, ഇപ്പൊ ഈ ഡ്രാഫ്റ്റ് ഹോം മിനിസ്ട്രിയുടെ കൺസിഡറേഷനിൽ കിടക്കുകയാണ്. പക്ഷെ ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു ഡ്രാഫ്റ്റ് ഉണ്ടാക്കേണ്ട സാഹചര്യം ഇന്ന് ലക്ഷദ്വീപ് 36 ലക്ഷദ്വീപ് കണ്ടു കഴിഞ്ഞു. കൃത്യമായ ഡ്രാഫ്റ്റിൽ പറയുന്നത് എന്താണെന്ന് പറയാമോ? ഈ ഡ്രാഫ്റ്റ് പറയുന്നത് ആനിമൽ പ്രിസർവേഷൻ റെഗുലേഷൻ, ഇതിന് വ്യക്തമായി പറയുന്നത് 3 കാര്യങ്ങളെ കുറിച്ചാണ്. ഇതിൽ പശു, കാള, പോത്ത്, ഈ 3 വിധത്തിൽ വരുന്ന പശുക്കളെ പ്രിസർവ് ചെയ്യുന്നതിലേക്കുള്ള നിയമങ്ങൾ, അത് സ്ലോട്ടർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അനുസൃതമായിട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ശിക്ഷാ നിയമങ്ങൾ, അതിലേക്ക് എത്രത്തോളം ഭാരിച്ചമായിട്ടുള്ള നിയമവ്യവസ്ഥകൾ അടിച്ചേൽപ്പിച്ചുകൊണ്ട് ലക്ഷദ്വീപിലെ ജനങ്ങൾക്ക് ഈ ബീഫ് കഴിക്കാൻ പോകുന്നതിൽ അവർക്ക് എന്തെങ്കിലും അത് കഴിക്കാൻ തീരുമാനിച്ചു പോയാൽ അല്ലെങ്കിൽ അത് അറിവ് നടത്തി കഴിഞ്ഞാൽ അതിനോടനുബന്ധിതമായി അവർക്ക് ലഭിക്കാൻ പോകുന്ന ശിക്ഷ, അങ്ങനെ ഒരു ഡ്രാഫ്റ്റ് ഈ ഹോം മിനിസ്ട്രിയുടെ പക്കലുണ്ട് അല്ലേ? അങ്ങനെ ഒരു ഡ്രാഫ്റ്റ് ഹോം മിനിസ്ട്രിയുടെ പക്കലുണ്ട് അല്ലേ? തീർച്ചയായിട്ടും ഡ്രാഫ്റ്റ് ഈ ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷൻ പബ്ലിഷ് ചെയ്യുകയും അതിനോടനുസൃതമായിട്ട് ലക്ഷദ്വീപിലെ ജനങ്ങളുടെ, കാരണം ഇവിടെ ഡ്രാഫ്റ്റ് പബ്ലിഷ് ചെയ്യുമ്പോഴും ഒന്ന് ജനപ്രതിനിധികളോട് ഒരു കൂടിയാലോചന നടത്താമായിരുന്നു. എന്തിനാണ് ശ്രീ പി ആർ ശിവശങ്കർ അവരുടെ തീന്മേശയിലേക്ക് ഈ ഭരണകൂടം നോക്കുന്നത്? അവർക്ക് ഇഷ്ടമുള്ളത് അവർ കഴിച്ചോട്ടെ, ആ ജനതയുടെ അവകാശമല്ലേ അത്? ഞാൻ അതാ പറയുന്നത്, ഞങ്ങൾ തീന്മേശയിലേക്ക് നോക്കുന്നത് വൃത്തിയായ ഭക്ഷണം വരുന്നുണ്ടോ എന്നാണ്. നോക്കൂ, അദ്ദേഹം എത്ര മനോഹരമായി, അവിടെ ബീഫ് ബാൻ അല്ല, അവിടെ നിർബാധിതമായി യാതൊരു നിയമവുമില്ലാതെ ഇത്തരത്തിലുള്ള പശുക്കളെയും കാളകളെയും വെട്ടുകയും അതിന്റെ വേസ്റ്റ് സംസ്കരിക്കാതിരിക്കുകയും ചെയ്യുന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു നിയമത്തെ കുറിച്ചാണ് അദ്ദേഹം തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഒരു ബീഫ് ബാൻ എന്ന് പറയുന്നത്. ആ ഡീറ്റെയിൽ നമുക്ക് എടുക്കാം, അദ്ദേഹം വായിക്കട്ടെ, എന്റെ അടുത്തുണ്ട്. മാലിന്യ സംസ്കരണ വിഷയമാണോ യഥാർത്ഥത്തിൽ പ്രശ്നം? അറവുശാലകൾ വൃത്തിയുള്ളതായിരുന്നില്ല, അതാണോ പ്രശ്നം? നിയമങ്ങളും അത് ഇന്ത്യയിലെല്ലാം ഉള്ളതാണ്. അറവുശാലകൾ എങ്ങനെ നടത്തണമെന്നും എങ്ങനെ മാംസാഹാരം വൃത്തിയായി ജനങ്ങളിലേക്ക് എത്തിക്കണമെന്നുള്ള നിയമങ്ങൾ അത് കേരളത്തിലും ഇന്ത്യയിലും എല്ലായിടത്തും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അത് തെറ്റിദ്ധരിപ്പിക്കലാണ്. ബീഫ് ഇന്ത്യയിൽ ഒരു രാഷ്ട്രീയ വിഷയമാണ്. ഈ യഥാർത്ഥ വിഷയങ്ങളിൽ നിന്ന് നിങ്ങൾ സ്വത്ത് രാഷ്ട്രീയത്തിലേക്കും ബീഫ് വിഷയത്തിലേക്കൊക്കെ പോകുമ്പോൾ ഇങ്ങനെയുള്ള ചില അപകടങ്ങൾ കൂടി അതിലുണ്ടാവും. ശ്രീ മുഹമ്മദ് ഫൈസൽ, ബീഫ് നിരോധിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, മെച്ചപ്പെട്ട രീതിയിൽ ബീഫ് നിങ്ങൾക്ക് തരാനാണ് ഈ ഡ്രാഫ്റ്റ് വന്നിരിക്കുന്നതെന്നാണ് പി ആർ ശിവശങ്കർ പറയുന്നത്. ഇവിടെ ഈ ശിവശങ്കർ പറഞ്ഞത്, അവിടെ ഇപ്പോഴും ബീഫ് അവിടെ അറുത്തുകൊണ്ടിരിക്കുന്ന സ്ലോട്ടറിംഗ് ഹൗസ് ഓരോ സമയങ്ങളിലും അവിടുത്തെ വെറ്റിനറി അസിസ്റ്റന്റ് സർജൻ വന്ന് ഇൻസ്പെക്ട് ചെയ്യുകയും ആ സ്ലോട്ടർ ചെയ്യുന്ന അനിമൽക്ക് വേണ്ട സീലുകൾ കൊടുത്തുകൊണ്ട് അത് വേണ്ട രീതിയിൽ സംസ്കരിച്ച് കഴിയുന്നവരെ അനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെന്റിലെ ഒരു ഉദ്യോഗസ്ഥൻ അവിടെ നിൽക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ് ഇന്നുമുള്ളത്. ശാസ്ത്രീയപരമായിട്ടുള്ള സ്ലോട്ടറിംഗ് നടക്കുന്നില്ല. നിലവിൽ മാംസാഹാരം നിരോധിക്കുന്നു എന്ന് പറയാൻ പറ്റുന്ന ഒന്നും ഈ ഡ്രാഫ്റ്റിൽ ഇല്ലല്ലോ. സ്ലോട്ടറിംഗ് പ്രിവെന്റ് ചെയ്യുകയല്ലല്ലോ ചെയ്യുന്നത്. കൗ സ്ലോട്ടറിംഗ് പ്രിവെന്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ഡ്രാഫ്റ്റ് അല്ലല്ലോ ശ്രീ മുഹമ്മദ് ഫൈസൽ ഉള്ളത്. ഇല്ല, പ്രിവെന്റ് ചെയ്യുന്നതിന് ഉതകുന്ന രീതിയിലേക്കുള്ള ചില നിയമങ്ങളാണ് അതിൽ കൊണ്ടുവരുന്നത്. അതിനകത്ത് നമ്മുടെ ഒരു വ്യാഖ്യാനമുണ്ട്. പക്ഷെ അവിടെ ഒരു പ്രൊഹിബിഷൻ വരാത്തിടത്തോളം കാലം നമുക്ക് അവിടെ മാംസാഹാരം നിരോധിച്ചു എന്ന് പറയാൻ കഴിയില്ല. ഇല്ല, ഈ സ്റ്റേജിൽ ഇതുവരെ ഈ ഉള്ള സ്റ്റേജ് വരെ ഇത് ഹോം മിനിസ്ട്രിയുടെ കൺസിഡറേഷനിലാണ് ഡ്രാഫ്റ്റ്. പക്ഷേ ഇവിടെ ആ ഡ്രാഫ്റ്റ് ഇങ്ങനെ ഒരു നിയമവ്യവസ്ഥ ഉണ്ടാക്കേണ്ട ആവശ്യകതയെക്കുറിച്ചാണ് ഞാൻ സംസാരിച്ചത്.
റൈറ്റ്, ദാറ്റ്സ് ഓക്കെ. ഇനി നമ്പർ 3, അവിടെ ആൾറെഡി അങ്ങനെ ഒരു സംവിധാനം ഇവിടെ ലക്ഷദ്വീപിന്റെ അഡ്മിനിസ്ട്രേഷന്റെ കീഴിൽ അവിടെ ഒരു സ്ലോട്ടറിംഗ് ഹൗസ്, അവിടെ ഒരു ആനിമൽ സ്ലോട്ടർ ചെയ്യണമെങ്കിൽ അതിന് വ്യക്തമായിട്ട് അവിടുത്തെ വെറ്ററിനറി അസിസ്റ്റന്റ് സർജൻ ഈ ഒരു ഗരുഡ രൂപം വരുന്നതിന് മുമ്പ് അവിടെ ഉണ്ട്. ശ്രീ മുഹമ്മദ് ഫൈസൽ, അവിടെ ഈ അഡ്മിനിസ്ട്രേറ്റർ, ഓക്കെ, മനസ്സിലായി. അതിന്റെ വളരെ സങ്കീർണമാണ് അതിന്റെ നിയമവശങ്ങൾ. അതിലേക്ക് നമുക്ക് പിന്നീട് ഒരു ഘട്ടത്തിൽ വരാം. മദ്യരഹിതമായ ഒരു മേഖലയിലേക്ക് മദ്യം കടത്തി അല്ലെങ്കിൽ മദ്യം ഒഴുക്കി അഡ്മിനിസ്ട്രേറ്റർ എന്ന രീതിയിൽ ഒരു ആരോപണമുണ്ട്. അത് ശരിയാണോ? ഞാൻ മനസ്സിലാക്കുന്നത് ബംഗരത്തിൽ മാത്രമാണ് മദ്യം ഉണ്ടായിരുന്നത്. ഇപ്പോൾ കവരത്തിയിലും കടമത്തും മിനിക്കോയിലും അഗത്തിയിലും മദ്യം കൊണ്ടുവന്നു എന്നാണ് നിങ്ങൾ പറയുന്നത്. അത് ശരിയാണോ? കവരത്തിയിലും മിനിക്കോയിലും കടമത്ത് ദ്വീപിലും, അഗത്തിയിലില്ല, ഈ 3 ദ്വീപിലും മദ്യം അനുവദിച്ചുകൊണ്ട് ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷന്റെ അഡ്മിനിസ്ട്രേറ്ററുടെ പ്രെറോഗേറ്റീവ് പവർ വെച്ചുകൊണ്ട് റിസോർട്ടിന്റെ അകത്തേക്ക് ഈ പറയപ്പെടുന്ന മദ്യം അനുവദിക്കുമ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു ലക്ഷദ്വീപ് പോലുള്ള ഒരു ചെറിയ പ്രദേശം, ബംഗാരം എന്ന് പറയുന്നത് ജനവാസം ഇല്ലാത്ത ഒരു പ്രദേശമാണ്. മറ്റ് സാംസ്കാരികമായിട്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ബുദ്ധിമുട്ടും വരാതെ ആ റിസോർട്ടിന്റെ അകത്തേക്ക് മാത്രം വരുന്ന ടൂറിസ്റ്റിന് വിളമ്പുന്ന മദ്യവും ജനതാമസം ഒരു ദ്വീപ് എന്ന് പറയുന്നത് 3.2 സ്ക്വയർ കിലോമീറ്റർ വിസ്തീർണം വരുന്ന ഒരു ദ്വീപ്, അതിന്റെ നെടുകിലേക്ക് വരുന്ന ഒരു റിസോർട്ട്, ആ റിസോർട്ടിന്റെ അകത്തേക്ക് മദ്യം ഒഴുക്കുക, അതിലൂടെ അവിടെ പറയാൻ ശ്രമിക്കുന്നത് അത് റിസോർട്ടിലേക്ക് മാത്രമാണെന്ന് പറയാൻ ശ്രമിച്ചാലും തീർച്ചയായിട്ടും അത് അവിടെ നിന്ന് പുറത്തേക്ക് എത്രയും പെട്ടെന്ന് ഒഴുകാനും അത് സ്വാധീനം ചെലുത്താനും കള്ള് ഉപയോഗിക്കാൻ പാടില്ല, കൊണ്ടുവരാൻ പാടില്ല എന്നുള്ള ഒരു സംവിധാനം ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷൻ ഇതിനു മുമ്പ് തന്നെ പ്രൊഹിബിറ്റഡ് ഏരിയ ആയിട്ട് വെക്കാനുള്ള കാരണം. ശരി. PR ശിവശങ്കർ, ഈ മദ്യം താല്പര്യമില്ലാത്തൊരു ജനസമൂഹത്തിന്റെ ഇടയിലേക്ക് മദ്യം കൊണ്ടുവന്ന് ഒഴുക്കുന്നതിന്റെ ലോജിക്ക് എന്താണ് ശ്രീ PR ശിവശങ്കർ? ഇത് രണ്ടായിട്ട് കാണണം. മദ്യത്തിന് താല്പര്യമില്ലാത്ത ജനത അവർ ഒരിക്കലും മദ്യപിക്കില്ല, എത്ര നിർബന്ധിച്ചാൽ പോലും മദ്യപിക്കില്ല. അപ്പൊ പിന്നെ അവരെ നിർബന്ധിപ്പിച്ച് കുടിപ്പിക്കും എന്നുള്ള ധാരണ ശരിയല്ല. അവിടെ ടൂറിസത്തിന്റെ ഭാഗമായി അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മറ്റുള്ള ടൂറിസ്റ്റുകൾ വരുമ്പോൾ അവർക്ക് മദ്യം ഒരു താല്പര്യമാണെങ്കിൽ അവർക്ക് ലഭിക്കുവാനായിട്ടുള്ള, പ്രത്യേകിച്ച് വിദേശ ടൂറിസ്റ്റുകൾക്കൊക്കെ ആ താല്പര്യം ഉണ്ടെങ്കിൽ അവിടെ പെർമിറ്റഡ് ലൈസൻസ് ആണ് നൽകുന്നത്. അത് റിസോർട്ടിനകത്ത് വരുന്ന വിദേശികളായ അല്ലെങ്കിൽ ട്രാവൽ ചെയ്യുന്ന ആളുകൾക്ക് മാത്രമാണ് കൊടുക്കുന്നത്. അത് ഗുജറാത്ത് അടക്കമുള്ള ഇത്തരത്തിലുള്ള ബാനുള്ള എല്ലായിടത്തും നടക്കുന്നതാണ്. അതുകൊണ്ട് എങ്ങും അത്തരത്തിലുള്ള മദ്യം ഒഴുകുന്നു എന്നുള്ള ഒരു നയം അല്ലെങ്കിൽ ഒരു കേട്ടുകേൾവിയില്ലാത്ത കാര്യമാണ്. അത് നിയന്ത്രിക്കുവാൻ പറ്റുന്നതാണ്. അത്തരത്തിൽ നിയമം തെറ്റിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതിനെതിരെ നടപടിയാവുന്നതാണ്. അത് നിയമത്തിലെ പാളിച്ചകളാണ്, അതല്ലാതെ നിയമത്തെ തടുക്കുക എന്നുള്ളതല്ല. അവിടെ വികസനം ആവശ്യമാണ്. അവിടെ ഒരു പരിധിവരെ ജനങ്ങൾക്ക് ഉണ്ടാവുന്ന തൊഴിൽ സാധ്യതകളും എല്ലാം നോക്കുമ്പോൾ അത് സ്വാഗതാർഹമാണ് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. റൈറ്റ്, PR ശിവശങ്കർ, ഞാൻ വരാം ബാക്കി അതിഥികളിലേക്ക് കൂടി. ശ്രീ SK സജീഷ്, കാര്യം ഇതായിരിക്കെ ഒരു 50-50 ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ വാസ്തവവുമുണ്ട് അവാസ്തവമുണ്ട്, ചില കുപ്രചരണങ്ങൾ കൂടി ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ചില പ്രചരണങ്ങളുണ്ട്, ബീഫ് അവിടെ ബാൻ ചെയ്തു, അവിടെ ബീഫ് ബാൻ ചെയ്തിട്ടില്ല, അവിടെ മദ്യം ഒഴുക്കുന്നു, അവിടെ പൊതുസ്ഥലത്ത് മദ്യം ബിവറേജ് ഷോപ്പുകൾ ഓപ്പൺ ചെയ്തിട്ടില്ല. ഇതൊക്കെ യാഥാർത്ഥ്യമായി ഒരു ഭാഗത്ത് നിൽക്കുന്നു. മറുഭാഗത്ത് ഇപ്പോൾ കോവിഡുമായി ബന്ധപ്പെട്ട മാനേജ്മെന്റിൽ സംഭവിച്ച പാളിച്ച ഒരു ഘട്ടത്തിൽ നിൽക്കുന്നു. അവിടെ ആ പ്രദേശത്തിന്റെ സംസ്കാരത്തെ തകർക്കാൻ ശ്രമിക്കുന്ന രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങളുണ്ട് തുടങ്ങിയ ആർഗ്യുമെന്റും മറുവശത്ത് നിൽക്കുന്നു. ഇവിടെ അഡ്മിനിസ്ട്രേറ്ററെ മാറ്റണമെന്ന് നമ്മൾ പറയുകയും ചെയ്യുന്നു. ഒരു അഡ്മിനിസ്ട്രേറ്ററെ മാറ്റുമ്പോൾ ഈ വിഷയങ്ങൾ മാറും എന്ന് സജീഷ് കണക്കാക്കുന്നുണ്ടോ? കേൾക്കാമോ? ഞാൻ പറയുന്നത് കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞോളൂ. അതായത് ഞാനിപ്പോൾ ലക്ഷദ്വീപിന്റെ MP-യും ശ്രീ PR ശിവശങ്കറും തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതും താങ്കൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്നതുമായ കാര്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയായി. യഥാർത്ഥത്തിൽ കുറേയേറെ കാര്യങ്ങൾ നമ്മൾ അതിനപ്പുറത്തേക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഇവിടെ പ്രഫുൽ ഗോഡ പട്ടേൽ അഡ്മിനിസ്ട്രേറ്ററായി വരുമ്പോൾ സാധാരണഗതിയിൽ പൊളിറ്റിക്കൽ നിയമനം നടക്കാറില്ല. എന്നാൽ പൊളിറ്റിക്കൽ നിയമനമായി അദ്ദേഹം വരുമ്പോൾ അദ്ദേഹം മോദിയുടെ ഏറ്റവും അടുത്തയാളാണ്. ചില സംഘപരിവാർ ലക്ഷ്യവുമായിട്ടാണ് വരുന്നതെന്നറിയാം. അദ്ദേഹം ആദ്യമായി ലക്ഷദ്വീപിൽ കാലുകുത്തി ഫസ്റ്റ് മീറ്റിംഗ്, ഉദ്യോഗസ്ഥരുടെ മീറ്റിംഗ് നടത്തിയപ്പോൾ അദ്ദേഹം ആദ്യമായി ചോദിച്ച ചോദ്യം ഇവിടെ എത്ര ജയിലുകളുണ്ട് എന്നായിരുന്നു. ഇവിടെ എത്ര ജയിലുകളുണ്ട്. രണ്ടാമതായി അദ്ദേഹം എടുത്ത തീരുമാനം ഗുണ്ടാ ആക്ടിന്റെ നടപ്പിൽ വരുത്തലുമായി ബന്ധപ്പെട്ടാണ്. പിന്നെ വളരെ പ്രധാനത്തോടുകൂടി നമ്മൾ കാണേണ്ടത് കേരള ഹൈക്കോടതിയുടെ ജൂറിസ്ഡിക്ഷനിൽ നിന്ന് ലക്ഷദ്വീപിനെ മാറ്റുക, പകരം കർണാടകത്തിലേക്ക് മാറ്റേണ്ടതുണ്ട് എന്ന തീരുമാനമെടുപ്പിക്കുന്നു. അതുപോലെ തന്നെ
കേരളവുമായുള്ള ബന്ധം വിച്ഛേദിക്കണം. കേരളത്തിന്റെ ബന്ധം വിച്ഛേദിക്കുന്നതിന്റെ ഭാഗമായുള്ള നിലപാടുകൾ ഇപ്പോൾ സ്വീകരിച്ചു കഴിഞ്ഞു. നമ്മുടെ കൊച്ചി വില്ലിംഗ്ടൺ ഐലൻഡിലുള്ള അതുപോലെ തന്നെ കോഴിക്കോട് ബേപ്പൂരിലുള്ള ലക്ഷദ്വീപ് ഓഫീസിൽ നിന്നെല്ലാം ആളുകളോട് തിരിച്ച് ലക്ഷദ്വീപിലേക്ക് മടങ്ങിയെത്താൻ വേണ്ടി ആവശ്യപ്പെട്ടു. നിരവധിയായ ഉദ്യോഗസ്ഥന്മാരെ തിരിച്ചു വിളിച്ചിരിക്കുന്നു. ഇത് ഒരു ആദ്യഘട്ട തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ്. പിന്നെ നമ്മൾ കാണേണ്ടത് ഇവർ എന്താണ് ചെയ്യുവാൻ ഉദ്ദേശിച്ചത്. ഈ പറഞ്ഞ ലഘൂകരിച്ച് ശിവശങ്കറിന്റെ ഒക്കെ സ്നേഹത്തിന്റെ മുന്നിൽ നമ്മളോട് നമിച്ചു പോവുകയാണ്. കാരണം അവർക്ക് നല്ല മാംസം ലഭിക്കാൻ, നല്ല ബീഫ് ലഭിക്കാൻ, അതുപോലെ തന്നെ വില കുറഞ്ഞ് പാല് ലഭിക്കാൻ എല്ലാമുള്ള കരുതൽ. ഈ കരുതലൊന്നുമല്ല. നിങ്ങൾ എന്താണെന്നും നിങ്ങൾ എങ്ങനെയാണ് ഈ രാജ്യത്തെ ജനതയെ കാണുന്നത് എന്നും കുറെ നാളായി നിങ്ങളെ എല്ലാവരും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. സാംസ്കാരികമായും സാമ്പത്തികമായും മനുഷ്യത്വരഹിതമായി അവരെ കീഴടക്കുക എന്നുള്ള ലക്ഷ്യമാണ് അവിടെ സ്വീകരിച്ചത്. ലക്ഷദ്വീപിനെ തങ്ങളുടെ തുരുത്താക്കി മാറ്റുക. 2 ലക്ഷ്യമുണ്ട്. സംഘപരിവാരത്തെ ഒരു രീതിയിലാണ് നമ്മൾ കാണുന്നതെങ്കിൽ അപകടം ചെയ്യും. അവർക്ക് അതിതീക്ഷ്ണമായ വർഗീയ സ്വഭാവമുണ്ട്. രണ്ടാമത്തേത് വളരെ കൃത്യമായ സാമ്പത്തിക താല്പര്യവുമുണ്ട്. ഇത് രണ്ടും മുന്നിൽ വെച്ചുകൊണ്ടാണ് അവർ ലക്ഷദ്വീപിനെ കാശ്മീരിനെ പോലെ കീഴ്പ്പെടുത്താൻ വേണ്ടി വന്നത്. ഡോക്ടർ അരുൺ നേരത്തെ പറഞ്ഞ പോലെ എനിക്കും ചില ലക്ഷദ്വീപ് സുഹൃത്തുക്കളുണ്ട്. ഞാൻ അത്ഭുതപ്പെട്ട എന്റെ സൗഹൃദങ്ങളിൽപ്പെട്ട സൗഹൃദമാണ് ലക്ഷദ്വീപിലുള്ള പല സൗഹൃദവും. വളരെ നിഷ്കളങ്കരായ, വളരെ സ്നേഹമുള്ള, അത്രയും നിഷ്കളങ്കരായ ഒരു സമൂഹം കേരളത്തിൽ എത്തുന്ന സമയത്ത് അവർ പല കാര്യങ്ങളും നമ്മളോടൊപ്പം നിന്ന് പഠിക്കുകയും സ്നേഹത്തോടെ എപ്പോഴും നമ്മളോടൊപ്പം നിൽക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗമാണ്. അവരെ എന്താണ് ലക്ഷ്യം? അവിടെ നേരത്തെ ശിവശങ്കർ പറഞ്ഞ പോലെയൊന്നുമല്ല. അവിടെ ഒരു കൊലപാതകം കേട്ടിട്ടുണ്ടോ ലക്ഷദ്വീപിൽ? ഏതെങ്കിലും ഒരു കൊലപാതകം ഞാൻ മനസ്സിലാക്കുന്നത് ഒരു 10 വർഷമായി, ഒരു 10 വർഷത്തിന് മേലെയായി അവിടെ ഒരു കൊലപാതകം പോലും നടന്നിട്ടില്ല. ഒരു സംഘടന പോലും നടന്നിട്ടില്ല. ഒരു കത്തിക്കുത്ത് പോലും നടന്നിട്ടില്ല. അങ്ങനെ മനുഷ്യർ പരസ്പരം സ്നേഹിച്ച് ജീവിച്ചു പോകുന്ന ഒരു പ്രദേശമാണ്. അവിടെ എങ്ങനെ മനുഷ്യരെ തമ്മിലടിപ്പിക്കാൻ വേണ്ടി കഴിയും? അതിന് അവരെ സാമ്പത്തികമായിട്ടാണ് തകർക്കേണ്ടത്. സാമ്പത്തികമായി തകർക്കാൻ എന്തെല്ലാമാണ് ചെയ്തത്? ഏതാണ്ട് 1500ഓളം പേരെ ഈ അഡ്മിനിസ്ട്രേറ്റർ പിരിച്ചുവിട്ടിരിക്കുന്നു. വിവിധ സർക്കാർ മേഖലയിൽ 1500 പേരെ പിരിച്ചുവിട്ടു. നേരത്തെയുള്ള അഡ്മിനിസ്ട്രേറ്റർമാർ തന്നെ ഓർഡർ ഇറക്കി ഇന്ത്യയുടെ ഫിനാൻസ് മിനിസ്ട്രി അംഗീകാരം കൊടുത്ത 500ലധികം പോസ്റ്റുകളിലേക്ക് PSC വഴിയുള്ള നിയമനം. സജീഷ് എന്താ അറിയോ, നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത ഞാൻ ആ വിഷയത്തിലേക്ക് തന്നെ വരുന്നത്. ഞാൻ അരമണിക്കൂർ ക്ഷമിച്ചു. സജീഷ് നമ്മൾ തെറ്റിദ്ധരിപ്പിച്ച ഒരു വിഷയം തീർച്ചയായിട്ടും തരാം. നേരത്തെ ബീഫുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ നമ്മൾ എല്ലാവരും തെറ്റിദ്ധരിച്ചതും നേരത്തെ നമ്മൾ ബീഫ് ബാൻ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ബീഫ് ബാൻ ഇല്ല എന്ന് കൃത്യമായി പറയാൻ നമ്മുടെ MP കഴിയാതെ പോയതും. പക്ഷേ ഇപ്പോൾ എനിക്കൊരു സ്ക്രീൻഷോട്ട് അയച്ചിട്ടുണ്ട്. ആ വിഷയം ഞാൻ ഒന്ന് ചോദിച്ചിട്ട് വരാം താങ്കളിലേക്ക്. എനിക്ക് മനസ്സിലായി താങ്കൾ പറഞ്ഞ ഗൗരവമേറിയ വിഷയമാണ്. പക്ഷേ പ്രശ്നം എന്താണ് ഡോക്ടർ അരുൺ, ഞാൻ പറഞ്ഞ കാര്യങ്ങൾക്ക് ഇപ്പൊ ഈ ചർച്ച ഞാൻ എന്തിനാണ് ഇത്ര നേരം സംസാരിച്ചത്? എനിക്കൊരു കൺക്ലൂഷൻ ഉണ്ട്. ഞാൻ താങ്കൾ അനുവദിക്കുന്നില്ലെങ്കിൽ പിന്നെ ചർച്ചയ്ക്ക് താങ്കൾക്ക് വാട്സപ്പ് വന്നു, ശരിയാണ്, ഞാൻ അംഗീകരിക്കുന്നു. എനിക്കും പല വാട്സപ്പും വരുന്നുണ്ട്. അപ്പൊ ഞാൻ നിർത്തി കളയാനാണോ? തീർത്തോളൂ, താങ്കൾ പറഞ്ഞു തീർത്തോളൂ. അരമണിക്കൂർ സമയം സ്വസ്ഥമായിരുന്ന് കേട്ടത് ഈ ചർച്ച പോസിറ്റീവായി പോകണം എന്നുള്ളതുകൊണ്ടാണ്. ശിവശങ്കർ മറുപടി പറയാൻ അറിയാഞ്ഞിട്ടല്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെ, അത് മാത്രമാണോ? അതിലപ്പുറത്തേക്കുണ്ട്. സാമ്പത്തികമായ ഒരു സമൂഹത്തെ തകർക്കാൻ വേണ്ടി അവിടെ ലക്ഷദ്വീപ് നിവാസികളാണ് അവിടുത്തെ കോൺട്രാക്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ആ കോൺട്രാക്ട് വർക്ക് ലക്ഷദ്വീപുകാർക്ക് കൊടുക്കരുത് എന്ന് ഓർഡർ ഇറക്കിയിട്ട് പകരം വന്ന കോൺട്രാക്ടുകാർ ആരാണ്? എല്ലാം ഗുജറാത്തിൽ നിന്ന് കോൺട്രാക്ടുകാർ വന്നിരിക്കുന്നു. അതുപോലെ തന്നെ അവിടുത്തെ ടൂറിസം ഡെവലപ്പ് ചെയ്യാനാണെന്ന് പറഞ്ഞത്. കേരളത്തിൽ ഉൾപ്പെടെയുള്ള ലക്ഷദ്വീപ് ഭവൻ, ആ ലക്ഷദ്വീപ് ഭവൻ ഉൾപ്പെടെ ഇപ്പൊ ലേലത്തിന് വെച്ചിരിക്കുന്നു. ആരാ വരുന്നത്? എല്ലാം ഗുജറാത്തികൾ. എല്ലാം രേഖയായി നിൽക്കുന്ന കാര്യമാണ്, അല്ലാതെ നമ്മൾ വെറുതെ പറയുന്ന കാര്യമല്ല. അതുപോലെ തന്നെ അവിടെ കൺസ്ട്രക്ഷന്റെ കാര്യം, അതുപോലെ തന്നെ അവിടെ ലക്ഷദ്വീപ് നിവാസികൾക്ക് വീടെടുക്കാൻ വേണ്ടിയിട്ട് കേരളത്തിൽ ഉൾപ്പെടെ സബ്സിഡി നിരക്കിൽ മെറ്റലും മണ്ണും ലഭിക്കുന്നുണ്ട്. അത് കൊടുക്കണ്ട എന്ന് ഈ അഡ്മിനിസ്ട്രേറ്റർ ഓർഡർ. എന്താ അറിയോ സജീഷ്, ഞാൻ ഇടപെടുന്നതിന്റെ കാരണം നമ്മൾ ഒട്ടേറെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ അതിന് കൃത്യമായ മറുപടി കിട്ടാതെ വരും. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഓരോ പോയിന്റ് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്ത് വരാം എന്നുള്ളത് കൊണ്ടാണ് സജീഷ് ഞാൻ ഇടപെടുന്നത്. താങ്കൾക്ക് നീരസം തോന്നരുത്. നമുക്ക് താങ്കൾ പറഞ്ഞ 10 സാമ്പത്തികമായി തകർത്ത് ഒരു സമൂഹത്തെ ശ്വാസം മുട്ടിച്ച് ആ നാട്ടിൽ നിന്ന് ഓടിച്ച് കോർപ്പറേറ്റുകൾക്കും അവരുടെ താല്പര്യക്കാർക്കും നാടിനെ കൈമാറാൻ വേണ്ടിയുള്ള നിഗൂഢമായ അജണ്ടയാണ് നടപ്പിലാക്കുന്നത്. അതിന്റെ ഏറെ കാര്യങ്ങളുണ്ട്. അതിലേക്ക് വരാം, അതിന്റെ ഡീറ്റെയിലിംഗിലേക്ക് വരാം. അല്പസമയം ഈ ചർച്ച നീണ്ടാലും അതിന്റെ ഡീറ്റെയിലിംഗിലേക്ക് ഞാൻ വരാം സജീഷ്. വേണ്ടി ശ്രമിച്ചത്
എന്നുകൂടി കാണണം. തീർച്ചയായും വരാം. സജീഷ് പറഞ്ഞ ആ പോയിന്റ് ദാറ്റ്സ് വെൽ ടേക്കൺ. അത് നമ്മൾ ആഴത്തിൽ ചർച്ച ചെയ്യുന്നതാണ് തുടർന്നുള്ള സമയങ്ങളിൽ. എനിക്ക് പി ആർ ശിവശങ്കറിലേക്ക്, ഞാൻ മറ്റ് 2 അതിഥികളിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മൾ പറഞ്ഞതിൽ ആ ഡ്രാഫ്റ്റിന്റെ ഒരു രൂപം എനിക്ക് അയച്ചു കിട്ടിയിട്ടുണ്ട്. ഇത് തന്നെയാണ് ആ ഡ്രാഫ്റ്റ് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അതിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒരു സർട്ടിഫിക്കറ്റ് കിട്ടാതെ ഇവിടെ ഈ പറയുന്ന സ്ലോട്ടറിംഗ് നടക്കില്ല. ആ സർട്ടിഫിക്കറ്റ് ഏത് കാര്യങ്ങളിൽ ഇഷ്യൂ ചെയ്യില്ല എന്ന് പറയുന്നു. അതിൻ്റെ സെക്ഷൻ 5 subsection 2 പറയുന്നു, നോ സർട്ടിഫിക്കറ്റ് അണ്ടർ സബ്സെക്ഷൻ 1 ഷാൾ ബി ഗ്രാൻറ്റഡ് ഇൻ റെസ്പെക്ട് ഓഫ് എ കൗ, എ ബുൾ, എ ബുള്ളോക്ക്. ഇത് കൃത്യമായ ആ അർത്ഥത്തിൽ പറഞ്ഞാൽ ഗോവധ നിരോധനമല്ലേ ശ്രീ പി ആർ ശിവശങ്കർ? എനിക്ക് സമയം തന്നാൽ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഞാൻ മനസ്സിലാക്കുന്നത് ഇത്തരത്തിൽ പശുവിനെയോ കാളയോ ഒക്കെ അറക്കാവുന്നുണ്ടെങ്കിൽ അതിന് മുൻപ് ഒരു ഇതുണ്ടല്ലോ, ഇവിടെ ഈ സ്ലോട്ടറിങ്ങിന് മുൻപ് അവിടുത്തെ ഫാം അതിന്റെ പശുക്കളെ വിൽക്കുമ്പോൾ 1 കിലോയ്ക്ക് ഇത്ര രൂപ വെച്ച് തന്നെയാണ് വിൽക്കുന്നത്. അപ്പോ അവിടെ ഈ ഇറച്ചി വിറ്റ് ആ പശുവിനെ മുറിക്കുവാൻ തന്നെ അല്ലെങ്കിൽ കശാപ്പ് ചെയ്യാൻ തന്നെ ആണല്ലോ അത് വിൽക്കുന്നത്. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത്, താങ്കളെ വായിച്ചതാണെന്ന് എനിക്ക് സമയം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ചെക്ക് ചെയ്യാം. ആ സ്ലോട്ട് എനിക്ക് അയച്ചു തരും, വാട്സാപ്പിൽ അയച്ചു തരും. I will check it and correct it. Prohibition against slaughter without certificate from competent authority, section 5. അതിൽ subsection 2, no certificate under subsection 1 shall be granted in respect of a cow. എന്ന് വെച്ചാൽ ഗോവധ നിരോധനം. അല്ല, ഞാൻ അതങ്ങ് എനിക്ക് അയച്ചു. ഞാൻ അത് എന്റെ അങ്ങയുടെ കയ്യിൽ ഉണ്ടെന്നാണ് അങ്ങ് പറഞ്ഞത്. ഞാൻ എന്തായാലും അങ്ങേ കിട്ടുതരാം. അതെ, ഞാൻ കമ്പയർ നോക്കി, ഇതൊന്ന് അയച്ചു തരും. ഞാൻ കമ്പയർ നോക്കിയിട്ട് ഞാൻ ഉടനെ പറയാം. ശരി, തീർച്ചയായും ഞാൻ അങ്ങേ കിട്ടുതരാം. ആ സമയം കൊണ്ട് എനിക്ക് അറ്റാബിയിലേക്ക് കൂടി പോകണം. അറ്റാബി ഒരു അഭിഭാഷകയാണല്ലോ, എന്തായാലും ഈ ഡ്രാഫ്റ്റ് കണ്ടിട്ടുണ്ടാവും. ഈ ഡ്രാഫ്റ്റിൽ ഇങ്ങനെ തന്നെയാണോ പറയുന്നത്? ഞാൻ ഈ കോപ്പി എന്തായാലും പി ആർ ശിവശങ്കർ ഇട്ടുതരാം. അറ്റാബി, യഥാർത്ഥത്തിൽ ഈ പറയുന്നതെല്ലാം കുപ്രചരണമാണെന്നാണ് BJP കേരളത്തിലെ ഘടകം പറയുന്നത്. ഞാൻ അതിനുശേഷം മുഹമ്മദ് കാസിമിലേക്ക് വരാം. എന്താണ് അറ്റാബി യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? നേരത്തെ പറഞ്ഞതിന്റെ തുടർച്ചയായി പറഞ്ഞാൽ. വളരെ ഖേദകരമായിട്ടുള്ള ഒരു കാര്യമാണ് അങ്ങനെ ഒരു നിലപാടെടുക്കുന്നത്. ലക്ഷദ്വീപ് അനിമൽ പ്രിസർവേഷൻ റെഗുലേഷൻ അത് ഓൾറെഡി ഡ്രാഫ്റ്റ് ആയിട്ട് ആ ഒരു കരട് രൂപത്തിൽ അതവിടെ നിലവിലുണ്ട്. അപ്പോൾ അതിൻ്റെ സെക്ഷൻ 5 ആണ് ഡോക്ടർ അരുൺ നേരത്തെ വായിച്ചത്. അത് പൂർണ്ണമായിട്ടുള്ള ഒരു ഗോവധ നിരോധനമാണ്. ഇനി അതിൻ്റെ സെക്ഷൻ 5ൻ്റെ 4ാമത്തെ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ലൈഫ് ഇംപ്രിസൺമെൻ്റ് ആണ് അതിൻ്റെ പണിഷ്മെൻ്റ് ആയിട്ട് കൊടുത്തേക്കുന്നത്. പോരാതെ 5 ലക്ഷം രൂപ ഫൈനും. അപ്പം അത് ഗോവധ നിരോധനം തന്നെയല്ലേ പൂർണ്ണമായിട്ടുള്ള? 1300 വർഷങ്ങൾ പരം ലക്ഷദ്വീപുകാർ പാലിച്ചു പോകുന്ന ഒരു ഫുഡ് പ്രാക്ടീസിനെയാണ് ഇവിടെ വെല്ലുവിളിച്ചിരിക്കുന്നത്. അതിലേക്കുള്ള ഒരു കടന്നുകയറ്റമാണ് ഇപ്പോൾ കണ്ടിരിക്കുന്നത്. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഒറ്റ സെക്കൻഡ്. പി ആർ ശിവശങ്കർ, ഈ വിഷയത്തിൽ അങ്ങേക്ക് ഞാൻ അയച്ചു തന്നിട്ടുണ്ട്, കണ്ടിരുന്നല്ലോ അല്ലേ പി ആർ ശിവശങ്കർ? ഓക്കെ, ശരി, അറ്റാബി തുടർന്നോളൂ. അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് പശുക്കിടാവ്, ബുള്ളോക്ക്, പിന്നെ 15 വയസ്സിന് താഴെ പ്രായമുള്ള പോത്തുകൾ. ഇതാണ് അതിൽ കൃത്യമായിട്ട് അതിൽ പറഞ്ഞിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ, അതിനുള്ള ശിക്ഷയും അതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് ഗോവധ നിരോധനമല്ലാതെ മറ്റെന്താണ്? ശിവശങ്കർ കണ്ടല്ലോ അത് ഒരു പറയുന്നുണ്ടെങ്കിലും അത് ഇന്റൻഷൻ ക്ലിയർ അല്ലേ? ക്ലിയർ ആയിട്ടില്ലേ? ഒരു നിമിഷം അറ്റാബി. പി ആർ ശിവശങ്കർ, അങ്ങേക്ക് എന്താണ് ബോധ്യമായത്? ഞാൻ മനസ്സിലാക്കുന്നത്, എനിക്ക് ഇത്രയുടെ സമയം ഞാൻ അതിന്റെ എന്റെ ഒരു ലീഗൽ അഡ്വൈസിന് വേണ്ടി കൊടുത്തേക്കാണ്, ക്ലിയറൻസിന് വേണ്ടി. ലീഗൽ അഡ്വൈസ് ആവശ്യമില്ല ശ്രീ പി ആർ ശിവശങ്കർ. ഒരൊറ്റ വാചകത്തിൽ ഇംഗ്ലീഷ് അറിയാവുന്ന നമുക്ക് രണ്ടുപേർക്കും ഇനി എന്തിനാണ് സാർ ഇതിനകത്തൊരു ലീഗൽ അഡ്വൈസ്? പ്രൊഹിബിഷൻ അഗെയിൻസ്റ്റ് സ്ലോട്ടർ വിത്തൗട്ട് സർട്ടിഫിക്കറ്റ് notwithstanding any law for the time being in force or any usage of the contrary തുടങ്ങി പറയുന്നു. No person shall slaughter or cause to be slaughtered any animal unless he has obtained in respect of such animal a certificate in writing from the competent authority. ഏതൊക്കെ കൊടുക്കില്ല എന്ന് തൊട്ട് താഴെ പറയുന്നു. കൗ കൊടുക്കില്ല. പിന്നെ അതിന് ശേഷമാണ് ഇത് തെറ്റിച്ചാലുള്ള പിഴയായി പറയുന്നത് ജീവപര്യന്തം തടവ്. സർ, ഇത് സിമ്പിൾ കോമൺ സെൻസ് ആണ്. ഞാൻ ഇത്രയും അങ്ങെടുത്ത് വിശദമായി ചോദിക്കാനുള്ള കാരണം ഇത് ആരെ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്നറിയാൻ വേണ്ടിയാണ്. സർ, ഇത് ചെയ്യുന്നത് പാപമല്ലേ? ആ അർത്ഥത്തിൽ ഒരു പാതകമല്ലേ? ഒരു ഗോത്ര സംസ്കാരത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു സമൂഹത്തിൻ്റെ ഭക്ഷണ രീതിയെ, ഈ ഭരണഘടന അവർക്ക് നൽകിയ അവകാശങ്ങളെ എന്തിനാണ് സാർ ഒരു അഡ്മിനിസ്ട്രേറ്റർ അതെന്ത് താല്പര്യത്തിൻ്റെ പുറത്താണെങ്കിലും ചെയ്യുന്നത്? അങ്ങടക്കമുള്ളവർ എഴുന്നേറ്റ് നിന്ന് പ്രതിഷേധിക്കുകയല്ലേ വേണ്ടത് ശ്രീ പി ആർ ശിവശങ്കർ? രണ്ട് കാര്യത്തിൽ ചിന്തിക്കണം. BJPക്ക് ഈ കൗ സ്ലോട്ടർ ഇത്ര നിർബന്ധമാണെന്ന് ധരിക്കേണ്ട ആവശ്യമുണ്ടോ? ഞാൻ അതിന്റെ ഡീറ്റെയിലേക്ക് പോകാം. ഒന്ന്, BJP തന്നെ ഭരിക്കുന്ന ഗോവയും
അതുപോലെ തന്നെ പല സംസ്ഥാനങ്ങളിലും ഇത്തരത്തിലുള്ള കൗ സ്ലോട്ടർ ഇല്ല. അപ്പൊ BJPക്ക് ഇതാണ് ഏറ്റവും ആദ്യവും ആത്യന്തികവുമായ ആഗ്രഹമെന്നില്ല. ഞങ്ങൾ ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളിലും ഇത്തരത്തിലുള്ള പശുവിറച്ചി അല്ലെങ്കിൽ ബീഫ് കിട്ടുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് സെക്ഷൻ 8 പ്രൊഹിബിഷൻ അഗെയിൻസ്റ്റ് ദ സ്ലോട്ടർ വിത്തൗട്ട് സർട്ടിഫിക്കറ്റ് ഫ്രം ദ കോമ്പറ്റന്റ് അതോറിറ്റി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇത്തരത്തിലുള്ള പശുക്കളെ അറവ് ചെയ്യുവാനായിട്ട് കോമ്പറ്റന്റ് അതോറിറ്റിയിൽ നിന്ന് സാങ്ഷൻ വാങ്ങണം. കാരണം അവിടെ പശു അറന്നു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ ഏത് തരത്തിലുള്ള പശുക്കളെയാണ് അറന്ന് അവിടെ ഈ ഭക്ഷ്യ വസ്തുവായി വിൽക്കേണ്ടത്, അത് പശുക്കൾക്ക് അസുഖമുണ്ടോ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശിവശങ്കർ, ഇതേ ഞാൻ അങ്ങേക്ക് അയച്ചു തന്ന ഈ ഡ്രാഫ്റ്റിന്റെ 8ാമത്തെ സെക്ഷൻ ഒന്ന് വായിക്കൂ സർ. സെക്ഷൻ 8. ശ്രീ പി. ശിവശങ്കർ, ഞാൻ എടുക്കുകയാണ്. ഞാൻ വായിക്കട്ടെ സർ. Prohibiting against the selling and buying for the beef or the beef product. എന്ന് വെച്ചാൽ No person shall be directly or indirectly sell, keep, transport, offer, വായിച്ചോളൂ സർ. or expose the sell to buy the beef or a beef product from any form. എന്ന് വെച്ചാൽ whoever any person transport or possess. എനിക്കൊരല്പം സമയം വേണം, ഒന്ന് ക്ലാരിഫൈ എനിക്ക് സമയം. ഒരു ചെറിയ ഇടവേള സർ. ലക്ഷദ്വീപിലെ BJP ജനറൽ സെക്രട്ടറി KH മുഹമ്മദ് ഖാസിം കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ മുഹമ്മദ് ഖാസിം, ഈ എന്താണ് യഥാർത്ഥത്തിൽ ലക്ഷദ്വീപിൽ സംഭവിക്കുന്നത് എന്ന ചോദ്യം ഞാൻ അങ്ങയോടും ആവർത്തിക്കുകയാണ്. കാരണം ഇന്ന് കേരളത്തിലെ BJP സംസ്ഥാന അധ്യക്ഷൻ പറയുന്നത് ചിലർ കള്ളം പറയുന്നു, കുപ്രചരണം നടത്തുന്നുവെന്നാണ്. അങ്ങനെയാണോ? ലക്ഷദ്വീപിലെ കേരളത്തിലെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രസിഡന്റ് പറയുന്നത് ഇവിടുത്തെ മീഡിയയിൽ കൊണ്ടുവരുന്നത് ലക്ഷദ്വീപ് ഒരു മുസ്ലിം ഏരിയ ആണ്, കേന്ദ്ര ഗവൺമെൻറ്റിന് അത് പ്രത്യേകിച്ച് ഒരു ഹിഡൻ അജണ്ട ഉണ്ട്, അത് നടപ്പിലാക്കാൻ വേണ്ടിയാണ് പുതിയ അഡ്മിനിസ്ട്രേറ്ററുടെ അപ്പോയിൻമെൻ്റ് രീതിയിലാണ് അവർ കൊണ്ടുവരുന്നത്. അത് തികച്ചും തെറ്റായ ഒരു രീതിയാണ്. കാരണം ലക്ഷദ്വീപിൽ 2014 തൊട്ട് അഡ്മിനിസ്ട്രേറ്റർമാരെ പൊളിറ്റിക്കലായിട്ട് അപ്പോയിൻമെൻറ്റ് ചെയ്ത് വരുന്നുണ്ട്. ഇന്ന് വരെ ലക്ഷദ്വീപിൽ ഒരാൾക്കും കേന്ദ്ര ഗവൺമെൻറ് അമിത്ഷാജിയും മോദിജി അടക്കമുള്ള ഗവൺമെൻറ് അവിടെ ചെയ്ത കാര്യങ്ങൾ വളരെ കോൺഗ്രസ് ഭരിക്കുന്നതിനേക്കാളും കൂടുതലാണ് അവിടെ ചെയ്തിരിക്കുന്നതെന്ന് ഏകദേശം എല്ലാവർക്കും അറിയാം. അത് എല്ലാ പ്രതിപക്ഷത്തിലും NCP MP പഞ്ചായത്ത് അവരെല്ലാവരും ഐക്യകണ്ഠേന സമ്മതിക്കുന്നതാണ്. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽജി ആദ്യം വന്ന ഉടനെ തന്നെ വികസന കാഴ്ചപ്പാടുമായിട്ടാണ് ലക്ഷദ്വീപിലേക്ക് വന്നത്. ലക്ഷദ്വീപിനെ ഡെവലപ്പ് ചെയ്യണം, ഒരു സിംഗപ്പൂർ മോഡലാക്കി മാറ്റണം, അതൊക്കെ നല്ല കാര്യങ്ങളാണ്, അതിനൊന്നും ഒരു എതിർപ്പുമില്ല. അതിനോടൊപ്പം തന്നെ അവിടെ എല്ലാ ജനപ്രതിനിധികളെയും വിളിച്ച് ഇൻക്ലൂഡിങ് MP അടക്കം ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തു. അന്ന് തന്നെ വിശദമായിട്ട് സംസാരിച്ച് ഓരോരുത്തരോട് സംസാരിച്ചപ്പോൾ എല്ലാവരും ഐക്യകണ്ഠേന പറഞ്ഞു പ്രഫുൽജിൻ്റെ തീരുമാനങ്ങൾ ഇതുപോലൊരു അഡ്മിനിസ്ട്രേറ്റർ തന്നെ ഞങ്ങൾക്ക് വേണമെന്നാണ് എല്ലാവരും ആവശ്യപ്പെട്ടത്. അതിനേക്കാൾ ഉപരി അവിടെ ഒരു ബ്യൂറോക്രാറ്റിക് സെറ്റപ്പുള്ള ഒരു സ്ഥലമാണ്. അവിടുത്തെ എല്ലാ ഉദ്യോഗസ്ഥന്മാരും ഓരോ നോഡൽ ഓഫീസറായിട്ട് ഓരോ ദ്വീപിലേക്ക് നിയമിച്ചുകൊണ്ട് അവിടുത്തെ ദ്വീപുകാരുടെ പ്രശ്നങ്ങൾ പഠിച്ചുകൊണ്ട് റിപ്പോർട്ട് ചെയ്യാനും കൂടി ഓരോ നോഡൽ ഓഫീസറെ എല്ലാ മാസവും ആ ഐലൻഡ് വിസിറ്റ് ചെയ്തുകൊണ്ട് ആ ഐലൻഡ് ചാർജ് കൊടുത്തുകൊണ്ട് ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു പരിഷ്കാരങ്ങൾ പ്രഫുൽജി കൊണ്ടുവന്നത്. അത് വളരെ വളരെ അപ്രീഷിയേറ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യങ്ങളാണ്. കൂടാതെ അതുപോലെ തന്നെ അവിടെ ലക്ഷദ്വീപ് ആന്ത്രോത്ത് ദ്വീപ് എന്ന് പറഞ്ഞ വലിയൊരു പക്ഷേ പിന്നെ എന്തിനാണ് ശ്രീ മുഹമ്മദ് ഖാസിം അങ്ങ് പ്രധാനമന്ത്രിക്ക് കത്തെഴുതിയത്? പിന്നെ അതിൽ ഞാൻ പറയുന്നത് വെച്ചാൽ ലക്ഷദ്വീപിലെ അതിനുശേഷം വരുന്ന കുറച്ച് കരട് രൂപങ്ങൾ, ഭരണ പരിഷ്കാരങ്ങളിൽ ഉണ്ടാക്കുന്ന കുറച്ച് കരടുകൾ ലക്ഷദ്വീപിലെ ജനങ്ങൾക്ക് ദ്രോഹമാണെന്ന് തോന്നുന്ന ചില രീതികൾ, അതും ഫൈനലല്ല, അത് സജഷൻസാണ്. എല്ലാ കാര്യവും സജഷൻസ് ആയിട്ടേ അവിടെ വച്ചിട്ടുള്ളൂ. അങ്ങനെ വന്ന സമയത്ത് എല്ലാ പാർട്ടിക്കാരും സജഷൻസ് കൊടുത്തിട്ടുണ്ട്, പാർട്ടിയും കൊടുത്തിട്ടുണ്ട്, ഞങ്ങളെല്ലാവരും കൊടുത്തിട്ടുണ്ട്. അതായത് ഞാൻ മനസ്സിലാക്കുന്നത് മുഹമ്മദ് ഖാസിം അങ്ങും മനസ്സിലാക്കുന്നത് വന്ന സമയത്ത് ഇവിടുത്തെ ഒരു ഇസ്ലാമിക ജീവിത രീതിയെ അല്ലെങ്കിൽ ലക്ഷദ്വീപിലെ മനുഷ്യരുടെ ജീവിത രീതിയെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കത്തക്ക രീതിയിലുള്ള ദോഷകരമായിട്ടുള്ള നീക്കങ്ങളൊന്നും നരേന്ദ്രമോദി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. എന്നാൽ ചില ഒറ്റപ്പെട്ട ചില ഡ്രാഫ്റ്റുകൾ നരേന്ദ്രമോദി സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. ഒറ്റപ്പെട്ട ചില ഡ്രാഫ്റ്റുകൾ ആ ജീവിതത്തെ ബാധിക്കത്തക്ക രീതിയിൽ വരുന്നു എന്നതിലാണ് ആശങ്ക. ആ ഡ്രാഫ്റ്റുകൾ പിൻവലിക്കണം. ഉദാഹരണത്തിന് ഈ ബീഫ് ബാൻ പോലുള്ളവ, അല്ലേ?
അല്ല അതിന് അതും എല്ലാം ഒന്നും ബാൻ ചെയ്തിട്ടില്ല. അതൊക്കെ സജഷൻസ് ആയിട്ട് അവിടെ കിടക്കുന്നുണ്ട്. സജഷൻസിന് ഇനി ജനങ്ങളുടെ അഭിപ്രായം കൂടെ അറിഞ്ഞിട്ടാണ് ഇത്. ഡ്രാഫ്റ്റാണ് ആയിട്ടുള്ളൂ. ഇപ്പോൾ ഉദാഹരണം ഇപ്പോൾ ഇവര് അല്ല ആ ഡ്രാഫ്റ്റിനെ അനുകൂലിക്കുന്നില്ല. ഡ്രാഫ്റ്റിൽ വരുന്ന കുറേ കാര്യങ്ങളിൽ ഞങ്ങൾക്ക് അത് നെഗറ്റീവ്സ് കാണുന്നത് കൊണ്ട് അതിന് നമ്മൾ സജഷൻസ് കൊടുത്ത് ഒപ്പീനിയൻ എടുത്തിട്ടാണല്ലോ ഫൈനലിലേക്ക് വരിക. അപ്പോൾ അതാണല്ലോ ഡിസ്കഷൻ വരിക. അപ്പോൾ ഒരു കൂട്ടായ്മ ഡിസ്കഷനിലൂടെ അത് ജനങ്ങൾക്ക് അത് ബുദ്ധിമുട്ടാണെങ്കിൽ അത് അതായത് ഈ ഡ്രാഫ്റ്റുകൾ വരുന്ന കാര്യത്തിലൊന്നും താങ്കൾ ഒരു രാഷ്ട്രീയ ഗൂഢാലോചന കാണുന്നില്ല, ഒരു ഗൂഢലക്ഷ്യം ഈ പ്രഫുൽ ഖോഡ പട്ടേലിൽ ഉള്ളതായിട്ട് താങ്കൾ മനസ്സിലാക്കുന്നില്ല. അല്ല ഞാൻ പറയുന്നത് അങ്ങനെയല്ല. ഇപ്പം ലക്ഷദ്വീപ് എന്നുപോലത്തെ ഒരു സ്ഥലത്ത് എനിക്ക് പറയാനുള്ളത് ഭാരതീയ ജനതാ പാർട്ടീൻ്റെ ഒരു ഹിഡൻ അജണ്ട എന്ന് വെച്ചാൽ കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവരുന്ന ഒരു ഹിഡൻ അജണ്ടയാണ് ഈ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നതിനെതിരെയാണ് ഞാൻ സംസാരിക്കുന്നത്. ഓക്കെ, ഒരു നിമിഷം തുടരണം സാർ, ഞാൻ അങ്ങനെയൊക്കെ തന്നെ തിരിച്ചു വരാം. അറ്റാബി നമ്മോടൊപ്പം അല്പസമയം കൂടി ഉള്ളൂ, അതുകൊണ്ട് എനിക്ക് അറ്റാബിയിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ കൂടി അറിയേണ്ടതുണ്ട്. അതിനുശേഷം നിങ്ങളുടെ 3 പേരിലേക്ക് ഞാൻ തിരിച്ചു വരാം. അറ്റാബി, ഇപ്പോൾ താങ്കൾ മുഹമ്മദ് ഖാസിം പറഞ്ഞത് കേട്ടല്ലോ, BJP പ്രധാനമന്ത്രിക്ക് കത്ത് എഴുതിയിട്ടുണ്ട് ഈ ഡ്രാഫ്റ്റിനെ അടക്കമുള്ള കാര്യങ്ങളിലെ പരിമിതികൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട്. അതിനപ്പുറം ഇതൊരു ഗൂഢലക്ഷ്യമൊന്നുമില്ല എന്നാണ് മുഹമ്മദ് ഖാസിം പറയുന്നത്. അങ്ങനെ തന്നെയാണോ നമ്മൾ വിശ്വസിക്കേണ്ടത്? അങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ. വികസനത്തിന് ഒരിക്കലും ലക്ഷദ്വീപ് ജനങ്ങൾ എതിരല്ല. പക്ഷേ ഗൂഢലക്ഷ്യം ഇല്ല എന്ന് പറയുന്നതിൽ ഈ പാസ ആക്ട് കൊണ്ടുവന്നു, പ്രിവെൻഷൻ ഓഫ് ആൻറ്റി സോഷ്യൽ ആക്ടിവിറ്റീസ് റെഗുലേഷൻ. അതെന്തുകൊണ്ട് ലക്ഷദ്വീപ് പോലെയുള്ള ഒരു ജനതയുടെ മേൽ ഇങ്ങനെ ഒരു റെഗുലേഷൻ എന്ത് ആവശ്യത്തിന് മേലാണ് കൊണ്ടുവന്നത്? ബ്രിട്ടീഷുകാരുടെ കാലത്ത് തൊട്ട് നമുക്കറിയാം, ഒരു സമൂഹത്തിന് ഒരു സൊസൈറ്റിയിലേക്ക് ഒരു നിയമം കൊണ്ടുവരുമ്പോൾ ആ സൊസൈറ്റിയിലുള്ള കൊള്ളരുതായ്മകൾ നീക്കം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു നിയമം കൊണ്ടുവരുന്നത്. പക്ഷേ ലക്ഷദ്വീപ് പോലെ വളരെ സമാധാനമായിട്ട് ജീവിക്കുന്ന ഒരു പ്രദേശത്ത് എന്തുകൊണ്ടാണ് പാസ ആക്ട് പോലത്തെ ഒരു ഡ്രാഫ്റ്റ് എന്തുകൊണ്ടാണ് ഈ ഗവൺമെന്റ് കൊണ്ടുവന്നിരിക്കുന്നത്? അല്ല, ഈ കുറ്റകൃത്യം ചെയ്യാത്തൊരു സമൂഹമാണെങ്കിൽ പിന്നെ ആ പാസ് ആക്ടിനെ ഭയക്കേണ്ട കാര്യമില്ലല്ലോ എന്നാണ് ഇന്ന് കെ സുരേന്ദ്രനും ഇപ്പോൾ PR ശിവശങ്കരനും ചോദിക്കുന്നത്. അതല്ല, അങ്ങനെയല്ല അതിലെ കാര്യം. ഇതിനകത്ത് അവർ പറഞ്ഞത് ഞാൻ വ്യക്തമായിട്ട് കേട്ടു. ടെററിസം തടയാൻ വേണ്ടിയിട്ടാണ് ഈ പാസ ആക്ട് പോലെ. ഡോക്ടർ അരുൺ, ആ റെഗുലേഷൻ നിങ്ങളൊന്ന് പരിശോധിക്കണം. അതിൽ ടെററിസം എന്താണെന്ന് എവിടെയെങ്കിലും ഒന്ന് ഡിഫൈൻ ചെയ്യുന്നുണ്ടോ എന്ന് നിങ്ങളൊന്ന് നോക്കണം. ഇനി ടെററിസം എന്നുള്ള ഒരു വാക്ക് പോലും അതിനകത്തില്ല. പോരാത്തതിൽ ആ ഒരു ഈ പാസ ആക്ടിൽ ഹലോ കേൾക്കാം ഹലോ കേൾക്കാം, പറഞ്ഞോളൂ അറ്റാബി. ഈ പാസ ആക്ടിൽ പറഞ്ഞിരിക്കുന്ന ശിക്ഷ IPC-യിലെ 143 വകുപ്പിലുള്ള അൺലോഫുൾ അസംബ്ലിക്ക് കൊടുത്തിരിക്കുന്ന ശിക്ഷ മാക്സിമം 6 മാസം ഇംപ്രിസൺമെന്റ്. എന്നാൽ ഈ ലക്ഷദ്വീപിൽ കൊണ്ടുവന്നിരിക്കുന്ന ഈ റെഗുലേഷനിലെ പാസയിൽ കൊണ്ടുവന്നിരിക്കുന്ന ശിക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 മാസം കരുതൽ തടങ്കൽ വിത്തൗട്ട് ബെയിൽ. അതിലൊരു കോടതിക്ക് ഇടപെടാൻ കഴിയില്ല. ഇനി വേണമെങ്കിൽ അതോറിറ്റിക്ക് ഒരു 6 മാസം കൂടെ ഇതേ കരുതൽ തടങ്കലിൽ ഈ വ്യക്തിയെ വെക്കാം. പാരന്റൽ ആക്ടിൽ പറയുന്ന ഒരു ശിക്ഷയേക്കാൾ ഭയാനകമായിട്ടുള്ള ഒരു ശിക്ഷ ഈ ലക്ഷദ്വീപ് പോലുള്ള ഒരു പ്രദേശത്ത് കൊണ്ടുവരുന്ന പാസയിൽ എന്തിനാണ് ഉൾപ്പെടുത്തിയത്? ജനങ്ങളെ ഭയചകിതരാക്കാൻ ഇതിൽ കൂടുതൽ എന്ത് വേണം? ശ്രീ KH മുഹമ്മദ് ഖാസിം, മറ്റൊരു കാര്യം, ഇന്ത്യയിലെ എല്ലായിടത്തും തന്നെ ഒരു നിയമം ഇന്ത്യയിൽ എല്ലായിടത്തും തന്നെ ഒരു നിയമം വരുമ്പം ഇപ്പം ഇന്ത്യയിൽ ഡ്രഗ്സ് കൊണ്ടുള്ള അബ്യൂസസ് വളരെ കുറവായിരുന്ന കാലത്ത് ഇവിടെ NDPS ആക്ട് ഇല്ലായിരുന്നു. പിൽക്കാലത്ത് NDPS ആക്ട് വന്ന് ഡ്രഗ്സ് കൊണ്ടുള്ള അബ്യൂസസ് കൂടിക്കഴിഞ്ഞപ്പോഴാണ് NDPS ആക്ട് വരുന്നത്. അതുപോലെ തന്നെ IT മേഖലയിലുള്ള ചൂഷണങ്ങളും IT ക്രൈമും കൂടിയത് കൊണ്ടാണ് IT ആക്ട് വരുന്നത്. അതുപോലെ എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് ഒരു പ്രദേശത്തുണ്ടെങ്കിലല്ലേ അതുപോലെ ഒരു റെഗുലേഷനെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമുള്ളൂ. ഇതൊന്നുമില്ലാത്ത ഒരു ജനങ്ങളിലേക്ക് എന്തുകൊണ്ടാണ് ഇതുപോലത്തെ ഒരു ആക്ട് കൊണ്ടുവരുന്നത്? മാത്രമല്ല, ഈ 5 മാസക്കാലത്തിനിടയ്ക്ക് ഡോക്ടർ അരുൺ, താങ്കൾ അത് പരിശോധിച്ചാൽ മനസ്സിലാവും. 5 മാസക്കാലത്തിനിടയ്ക്ക് ലക്ഷദ്വീപിൽ വന്നിട്ടുള്ളത് 6 റെഗുലേഷനുകളാണ്. പഞ്ചായത്ത് റെഗുലേഷൻ, പ്രിവെൻഷൻ ഓഫ് ആൻറ്റി സോഷ്യൽ ആക്ടിവിറ്റി റെഗുലേഷൻ, ലക്ഷദ്വീപ് ടൗൺ ആൻഡ് കൺട്രി പ്ലാനിംഗ് റെഗുലേഷൻ, ലക്ഷദ്വീപ് ആനിമൽ പ്രിസർവേഷൻ റെഗുലേഷൻ. ഇങ്ങനെ റെഗുലേഷനുകളുടെ ഒരു പട തന്നെ വന്നപ്പോൾ തീർച്ചയായിട്ടും ജനങ്ങൾക്ക് അതിൽ ഭയമുളവാകും. ഈ ഒരു സംശയം അറ്റാബി, കഴിഞ്ഞ 5-6 മാസത്തിനിടയ്ക്ക് ലക്ഷദ്വീപിൽ എത്ര അക്രമ സംഭവങ്ങൾ നടന്നിട്ടുണ്ടാവും?
താങ്കൾ എന്തായാലും ഒരു അഭിഭാഷക കൂടിയല്ലേ? ഒരെണ്ണം പോലും ഇല്ല. കഴിഞ്ഞ 6 മാസത്തിനിടയ്ക്ക് ഒരെണ്ണം പോലും. കഴിഞ്ഞ 6 മാസം എന്നല്ല ഡോക്ടർ അരുൺ, താങ്കൾ പരിശോധിച്ചാൽ അറിയാം, UN റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ തന്നെ ക്രൈം ഇൻഡെക്സിൽ ഏറ്റവും അവസാനത്തെ പേരാണ് ലക്ഷദ്വീപിനുള്ളത്. പരിശോധിച്ചാൽ അത് കഴിഞ്ഞ 6 മാസമായി ഒരൊറ്റ കുറ്റകൃത്യവുമില്ല. ആ 6 മാസത്തിനിടയ്ക്ക് 6 റെഗുലേഷനുകൾ, അതിലൊരു റെഗുലേഷൻ പാസ്സായ ആക്ട്, അത് ഇവിടെ കവരത്തിയിൽ വരുമ്പോൾ അല്ലെങ്കിൽ ലക്ഷദ്വീപിൽ വരുമ്പോൾ മാത്രം 6 മാസത്തെ കഠിന തടവും അത് നോൺ ബെയിലബിൾ, ജാമ്യമില്ലാത്ത കുറ്റവുമായി മാറുന്നു. ഈ പാവം മനുഷ്യരോട് എന്തിനാണ് ഇങ്ങനെ എന്നാണ് ചോദിക്കുന്നത് നമ്മൾ. നിയമത്തിലെ ഒരു തീവ്രത അത് കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരല്ലേ ഭയക്കേണ്ടുള്ളൂ എന്നുള്ളതാണ് എന്റെ വീണ്ടുമത്തെ ചോദ്യം. അത്തരം കുറ്റകൃത്യങ്ങൾ ഇല്ലാതിരിക്കാനും ഇത്തരത്തിലുള്ള തീവ്രത. ഇപ്പോ സൗദിയിലൊക്കെ ചില നിയമങ്ങൾ ഉണ്ടല്ലോ, അത് സൗദിയിൽ അങ്ങനെയാണെങ്കിൽ പല കുറ്റകൃത്യങ്ങളുടെ എണ്ണം കുറവുമാണ്. അപ്പൊ അതുകൊണ്ട് അത് തീവ്രത കൂടിയത് അവിടെ ജനങ്ങളെ ദ്രോഹിക്കാനാണ് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അതുപോലെ തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് മറ്റു പല കാരണങ്ങൾ കൊണ്ടും ഇത് ഒരു ഇന്റർനാഷണൽ ബോർഡർ ആയതുകൊണ്ടും പല ടെററിസ്റ്റ് ആക്ടിവിറ്റികൾ നടക്കുന്നത് കൊണ്ടും അവിടെ അറസ്റ്റ് ചെയ്യുന്നവരെ അവിടെ തന്നെ ലക്ഷദ്വീപിലോ ഉണ്ട് അരുൺ. അവിടെ കുറെ നാളുകളായി അല്ല അവിടെ നടക്കുന്ന ആ ഭാഗത്ത് പിടിക്കപ്പെട്ടിട്ടുള്ള ചില ആക്ടിവിറ്റികളുണ്ട്. അത് ഡ്രഗ്സിന്റെ കാര്യത്തിലുണ്ട്. AK-47 അടക്കം അവിടെ ട്രാവൽ ചെയ്യുന്ന വിദേശ ട്രോളറുകളിൽ നിന്നും ബോട്ടുകളിൽ നിന്നും പിടിക്കപ്പെട്ടിട്ടുണ്ട്. അവിടെ പലതിനും ലക്ഷദ്വീപ് കരയിൽ ഒരു ടെററിസ്റ്റ് ആക്ടിവിറ്റി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ സർ? ലക്ഷദ്വീപിന്റെ കരയിൽ നിന്ന് ഒരു AK-47 തോക്ക് പിടിച്ചിട്ടുണ്ടോ സർ? ഞാൻ പറയുന്നൊന്ന് തീർത്ത് പറയട്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ല, ലക്ഷദ്വീപിനകത്തുനിന്നല്ല ചുറ്റുവട്ടമുള്ള ആർമിയുടെയും നേവിയുടെയും കോസ്റ്റൽ ഗാർഡിന്റെയും പിടിക്കപ്പെട്ട പല ഇതിന്റെയും 12 നോട്ടിക്കൽ മൈൽ ദൂരത്തുനിന്ന് പോലുമില്ല. ലക്ഷദ്വീപിന്റെ തീരത്തുനിന്ന് പോലുമില്ല. 12 നോട്ടിക്കൽ മൈൽ ദൂരത്തുനിന്ന് പോലുമില്ല. അതെങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വെരി ഗുഡ് പോയിന്റ്. അറ്റാബി താങ്കൾ പോകുന്നതിന് മുമ്പ് ഇത് പറഞ്ഞിട്ട് പോകണം എന്നുള്ളത് കൊണ്ടാണ് താങ്കൾക്ക് ഒരു അവസരം കൂടി. അറ്റാബി. അതെ, അത് ഞാൻ ക്ലിയർ ചെയ്യേണ്ടിയിരിക്കുന്നു. കാരണം മിനിക്കോയ് ദ്വീപിൽ നിന്നും 90 നോട്ടിക്കൽ മൈൽ അകലെ 164 കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് പാകിസ്ഥാനിലെ ചൈന കൺട്രോൾ ചെയ്യുന്ന ഒരു പോർട്ടിൽ നിന്ന് ശ്രീലങ്കയിലേക്ക് പോയ ഒരു ബോട്ട്, 3 ബോട്ടുകൾ, അതിൻ്റെ കാര്യമാണ് ഇപ്പം ശ്രീ ശിവശങ്കർ പരാമർശിച്ചത്. അതെങ്ങനെ ലക്ഷദ്വീപ് ജനങ്ങളുടെ മേളിൽ അടിച്ചേൽപ്പിക്കാൻ പറ്റും? അത് ലക്ഷദ്വീപ് ഏതെങ്കിലും ഒരു വ്യക്തി അതുമായിട്ട് ബന്ധപ്പെട്ട് ലക്ഷദ്വീപിലെ ഏതെങ്കിലും ഒരു വ്യക്തിയെ ക്വസ്റ്റ്യൻ ചെയ്യുകയോ കസ്റ്റഡിയിലെടുക്കുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ലാതെ അടിസ്ഥാനപരമായിട്ട് ലക്ഷദ്വീപുകാരെ ടെററിസ്റ്റുകളെന്ന് മുദ്ര കുത്താനുള്ള യാതൊരു ശ്രമവും അനുവദിക്കുന്നതല്ല. ആ കണക്കുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ശ്രീലങ്കൻ തീരത്തൂടെ പോകുന്ന ഏതെങ്കിലും ഒരു ബോട്ടിൽ ഒരു തോക്ക് പിടിച്ചാൽ നിങ്ങൾ കേരളത്തിലും പ്രഖ്യാപിക്കുമല്ലോ ഈ പറയുന്ന വകുപ്പുകളും കേരളത്തിലും തീവ്രവാദം ഉണ്ടെന്ന് പറയുമല്ലോ. ആ സാഹചര്യമല്ലേ? 90 നോട്ടിക്കൽ മൈൽ അകലെ നിന്നാണ് അങ്ങ് പറഞ്ഞ ഈ തീവ്രവാദ സാധനങ്ങൾ കണ്ടെത്തിയത്, അതും ചൈനയുടെ നിയന്ത്രണത്തിലുള്ള ഒരു പോർട്ടിൽ നിന്ന്. 12 നോട്ടിക്കൽ മൈൽ ദൂരമാണ് ഒരു പ്രദേശത്തിന്റെ ദൂരം എന്ന് പറയുന്ന പരിധി എന്ന് പറയുന്നത് 12 നോട്ടിക്കൽ മൈൽ ദൂരമാണ്. അതുകൂടി ഈ കേസിന്റെ കാര്യത്തിൽ ഞാൻ താങ്കളുടെ അറിവിലേക്ക് ഒരു വാർത്ത, ഈ കേസ് തന്നെ മെയ് 29-ാം തീയതി വന്ന വാർത്ത. ISS ടെററിസ്റ്റ് മൂവ്മെന്റ് ഇൻ ലക്ഷദ്വീപ്, അഡ്മിനിസ്ട്രേഷൻ വ്യൂ സെക്യൂരിറ്റി ഡയറക്ടർ സായി വിജി. ഇത് 2019 വന്ന വാർത്തയാണ്. അവിടെ നിന്ന് ചില ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. ഇന്ത്യ ടുഡേയിൽ വന്ന വാർത്തയാണ്, ജനസംഘ ജന്മഭൂമിയിലല്ല. എന്താണ് വന്നത് സർ? 2019. ശരി, അതിനുശേഷം അതിനുശേഷം നമ്മുടെ രഹസ്യാന്വേഷണ ഏജൻസി ഈ IB-യിൽ നിന്ന് ആരെ കസ്റ്റഡിയിലെടുത്തു സർ? ഈ ലക്ഷദ്വീപിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തു സർ? അല്ല, കസ്റ്റഡിയിലെടുക്കാൻ വേണ്ടപ്പെട്ട തെളിവുകൾ നോക്കിയിരിക്കും, എന്തെങ്കിലും മൂവ്മെന്റ്സ് ഉണ്ടായിരിക്കാം. ഞാനൊരു സാധാരണക്കാരൻ നിലയിൽ ഞാൻ കാണുന്ന വാർത്തകളിൽ ഇത്തരത്തിലുള്ള മൂവ്മെന്റ്സ് ഉണ്ട്. ഞാൻ പറയുന്നില്ല ഇതിലെ മുഴുവൻ ആൾക്കാരും ബന്ധമുണ്ടാകുന്നു. ഏതെങ്കിലും ഇത്തരത്തിലുള്ള ലക്ഷദ്വീപിലെ തന്നെ ആൾക്കാരാവണമെന്നില്ല, ഇന്ത്യൻ വൻകരയിൽ നിന്ന് പോയ ആളുകൾക്കും അവിടെ അത്തരത്തിലുള്ള തീവ്രവാദ ബന്ധം പുലർത്തുന്നുണ്ടെങ്കിൽ അവിടെ നടപടികൾ. ലക്ഷദ്വീപിലെ കരയ്ക്കുള്ളിൽ ഒളിച്ചിരിക്കുന്ന ഒരു തീവ്രവാദിയെ കണ്ടുപിടിക്കാൻ വേണ്ടിയാണോ ഈ പെസ ആക്ട് കൊണ്ടുവന്നത്? ഒരു തീവ്രവാദിയെ ഇപ്പോൾ അല്ല, നമ്മൾ അങ്ങനെ കണക്കാക്കി കാര്യമില്ല. നമ്മൾ ഒരു വ്യക്തി ജീവിക്കുന്ന ഒരു പ്രദേശമാണിത്. ഓരോ മനുഷ്യനെയും എണ്ണിയെടുക്കാൻ വേണ്ടി പറ്റും. ഒരു ദ്വീപിനകത്ത് 5000 പേരാണുള്ളത്. ആകെ ഒരു ദ്വീപിൽ മാത്രമാണ് 10,000-ൽ കൂടുതൽ ആളുകൾ താമസിക്കുന്നത്. അങ്ങനെയാണ് ഞാൻ ചോദിച്ചോട്ടെ, താങ്കൾ പരിചയപ്പെട്ട ലക്ഷദ്വീപിലെ ആളുകളെല്ലാം പാവങ്ങളാണ്. താങ്കൾ പരിചയപ്പെട്ട ഗുജറാത്തികളെല്ലാം രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ
മറ്റുള്ളവരുടെ ശരീരമറക്കുന്നവരോ കുത്തിക്കൊല്ലുന്നവരായിരുന്നു. ഗുജറാത്തികളൊക്കെ വളരെ പഞ്ചപാവങ്ങളാണ് ശ്രീ ശിവശങ്കർ. ഭൂരിപക്ഷം ഗുജറാത്തികളും സാധാരണക്കാരായ മനുഷ്യരാണ്. ശ്രീ മുഹമ്മദ് ഖാസിം, സജീഷ് ചോദിച്ച ഈ കാര്യമുണ്ടല്ലോ. മനുഷ്യത്വരഹിതമായ നിങ്ങളുടെ ചില ആളുകൾ ഉണ്ടായി എന്നത് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ അവരെ സ്നേഹിക്കുന്നു. നിങ്ങൾ കേരളത്തെ തള്ളിപ്പറയുന്ന പോലെ ഞങ്ങൾ ഗുജറാത്തിനെ തള്ളിപ്പറയുമെന്ന് കരുതരുത്. സജീഷ് ഒരു നിമിഷം. ശ്രീ കാസിമിനെ ഇരുത്തിക്കൊണ്ടാണ് PR ശിവശങ്കർ പറയുന്നത് ടെററിസ്റ്റ് ആക്ടിവിറ്റീസിനെ പ്രിവെന്റ് ചെയ്യാനെന്ന്. ശ്രീ മുഹമ്മദ് ഖാസിം, അങ്ങയുടെ നാടാണ്, അങ്ങടക്കം 65,000-ഓളം മനുഷ്യരുടെ മേലാണ് ഈ ചാപ്പ വന്ന് വീഴുന്നത്. അങ്ങേക്ക് വേദനിക്കുന്നില്ലേ ശ്രീ കാസിം? ഹലോ, ശ്രീ മുഹമ്മദ് ഖാസിം, ഞാൻ ചോദിച്ചത് കേട്ടു അങ്ങ്? കേൾക്കുന്നുണ്ട്. അതായത് അങ്ങടക്കമുള്ള 65,000-ഓളം സാധാരണക്കാരായ ലക്ഷദ്വീപിലെ മനുഷ്യരെയാണ് അവിടെ ടെററിസ്റ്റ് ആക്ടിവിറ്റിയെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയാണ് പെസ ആക്ട് കൊണ്ടുവന്നെന്ന് പറയുന്നത്. അങ്ങയുടെ ഹൃദയം നോവുന്നില്ലേ എന്നതാണ് എൻ്റെ ചോദ്യം. അത് അല്ലല്ല, അത് അങ്ങനെയല്ല. ലക്ഷദ്വീപിലെ അവിടുത്തെ ആളുകളെ സംബന്ധിച്ച് അവിടുത്തെ മുഴുവൻ ജനങ്ങൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്ന ആൾക്കാരാണ്. ടെററിസ്റ്റ് ആക്ടിവിറ്റി ഉണ്ടോ ശ്രീ കാസിം? സിമ്പിൾ ലോജിക്. അവിടെ ടെററിസ്റ്റ് ആക്ടിവിറ്റി ഉണ്ടോ? അവിടെ അങ്ങനെ ഒരു ടെററിസ്റ്റ് ആക്ടിവിറ്റീസ് ആയിട്ട് എൻ്റെ ശ്രദ്ധയിൽ ഇതുവരെ അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അതുവരെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്നവരാണ്. എല്ലാ ദ്വീപിലെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്നുണ്ട്. അവിടുത്തെ സാധാരണ ഇന്നസെന്റ് ആൾക്കാരാണ്. അതേപോലെ തന്നെ എനിക്ക് പറയാനുള്ളത് അതല്ല. ഞാൻ വരുന്ന പോയിന്റ്, ലക്ഷദ്വീപിൽ ഇത്രയും കേന്ദ്ര ഗവൺമെന്റ് ഇത്രയും സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഗവൺമെന്റിനെതിരെ ആഞ്ഞടിക്കുന്നത് വളരെ തെറ്റായ ഒരു രീതിയാണ് ഞാൻ കാണുന്നത്. ഡ്രാഫ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നോട്ടെ, ജനങ്ങൾക്ക് കാര്യങ്ങൾ ഗവൺമെന്റ് ചെയ്യും എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ ഗവൺമെന്റ് എന്തുകൊണ്ടാണ് ആരാഞ്ഞടിക്കുന്നുവെന്നാണ് കാസിം പറയുന്നത്? കാസിം അടക്കമുള്ളവരല്ലേ പ്രധാനമന്ത്രിക്ക് കത്തയച്ചു? ഇവിടുത്തെ മീഡിയാസ് ഇവിടെ അല്ല അത് ഞാൻ റിവ്യൂ, അതെന്താ വെച്ചാൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നാൽ, ഒരു കരട് നോട്ടിഫിക്കേഷൻ വന്നാൽ അത് റിവ്യൂ ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. ആ റിവ്യൂ ചെയ്യുമ്പോൾ അതിനെ റിവ്യൂ ചെയ്തുകൊണ്ട് അത് പരിഷ്കാരങ്ങളിൽ ഇപ്പോൾ ഒരു മാറ്റം, വികസനങ്ങൾ വരുമ്പോൾ വികസനത്തിൻ്റെ കൂടെ അതിൻ്റെ കൂടെ വരുന്ന എന്ത് നെഗറ്റീവ്സ് വന്നാലും ലക്ഷദ്വീപർക്ക് ദ്രോഹമാകുന്ന ഒരു കാര്യത്തിനും ലക്ഷദ്വീപിന്റെ പാർട്ടി ഞങ്ങൾ ഘടകങ്ങളോ ആരും സപ്പോർട്ട് ചെയ്യില്ല. അതിനുവേണ്ടി കേന്ദ്ര നേതൃത്വം ഞങ്ങൾ കേന്ദ്ര നേതൃത്വത്തെ അറിയിക്കും. അപ്പൊ അതിനുള്ള പരിപാടി ഞങ്ങൾ കേന്ദ്ര ശിവശങ്കറൊക്കെ പറയുന്നത് പോലെ ഈ ടെററിസ്റ്റ് ആക്ടിവിറ്റി എന്നൊരു പദപ്രയോഗമൊക്കെ നടത്തുമ്പോ അതാരാണെങ്കിലും ശ്രീ കാസിമിന്, ലക്ഷദ്വീപുകാരനായ കാസിമിന് ഇത് സഹിക്കാൻ പറ്റുമോ? താങ്കൾ തന്നെ പറഞ്ഞല്ലോ, ഈ വളരെ ഇന്നസെന്റ് ആയ മനുഷ്യർ. ലക്ഷദ്വീപുകാരനായതുകൊണ്ട് തന്നെ പറയുന്നത് എനിക്കൊന്ന് നിങ്ങൾ മീഡിയ അറ്റൻഷൻ കൊണ്ടുപോകുന്നത് ഒരു ഗവൺമെന്റിന് നേരെയാണ്. എന്നുവെച്ചാൽ ഒരു ഇത്രയും കേന്ദ്ര ഗവൺമെന്റിനെതിരെയാണ്. ആ കേന്ദ്ര ഗവൺമെന്റ് മോദിജി അടക്കം അവിടെ വിസിറ്റ് ചെയ്താണ്, അമിത്ഷാ ഇവിടെ വിസിറ്റ് ചെയ്താണ്. ആറ്റമിക്ക് അറിയാം, ആറ്റമിന്റെ ഫാദർ വൈസ് പ്രസിഡന്റ് ആണ് ലക്ഷദ്വീപ് ഭാരതീയ ജനതാ പാർട്ടിന്റെ. അപ്പോൾ ഞാൻ പറയുന്നത് ലക്ഷദ്വീപിലെ ജനങ്ങൾക്ക് ഉപദ്രവമായിട്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നോ നമ്മളെ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഇതുവരെ വന്നിട്ടില്ല. ഒരു അഡ്മിനിസ്ട്രേറ്റർ വന്ന് അവിടെ ഒരു കരട് നിയമം കൊണ്ടുവന്ന് അവർ പേടിച്ചു, അതിനെ പ്രതിഷേധം നടത്തി. അത് തെറ്റൊന്നുമല്ല. അതിന് ജനങ്ങൾ, അതുകൊണ്ടാണ് ഞാൻ നേരത്തെ കഴിഞ്ഞ മാസം ഏപ്രിൽ 20-ാം തീയതി തന്നെ ഞാനാണ് ഇത് റിവ്യൂ ചെയ്യണം, ഇതൊന്ന് പുനഃപരിശോധിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഒരു ഭരണകർത്താക്കൾ കേന്ദ്ര സർക്കാർ ചെയ്തിട്ടില്ല. പക്ഷേ ഈ ഡ്രാഫ്റ്റ് വന്നത് അശ്രദ്ധ കൊണ്ടാണെന്ന് താങ്കൾ പറയുന്നു. 6 റെഗുലേഷൻ വന്നു, 6 മാസത്തിനിടയിൽ ഒരു കുറ്റകൃത്യവും അവിടെ ഇല്ല. അതല്ല എനിക്കിപ്പോ എന്ന് വെച്ചാൽ അവിടെ കുറ്റകൃത്യങ്ങൾ വളരെ കുറവാണ്. അവിടെ സീറോ ക്രൈം തന്നെയാണ്. ആവശ്യമില്ലല്ലോ. ഒരു അഡ്മിനിസ്ട്രേറ്റർ വന്ന് അവിടെ ഒരു വികസനം അവിടെ വലിയ ഞാൻ കണ്ടല്ലോ ഇപ്പോൾ ഒരു ബാറിന്റെ ഇഷ്യൂസ് ഒക്കെ പറഞ്ഞു. അപ്പൊ ഈ ബാറിന്റെ ഇഷ്യൂസ് ഒക്കെ കോൺഗ്രസിന്റെ ഗവൺമെന്റ് കാലത്താണ് വന്നിരിക്കുന്നത്. അന്ന് ബാർ കൊണ്ടുവന്നതിന്റെ കോൺഗ്രസ് ഗവൺമെന്റ് ആണ്. ബംഗാൾ ആറ്റവിക്കറിയാലോ, അഡ്വക്കേറ്റ് ആറ്റവിക്കറിയാം ഇത് മനസ്സിലാക്കുന്നില്ല. ഇപ്പോൾ ലക്ഷദ്വീപിൽ വീണ്ടും ബാറിനൊരു ലൈസൻസ് കൊടുത്തിരിക്കുന്നത് ടൂറിസ്റ്റ് ഹട്ടിലാണ്. അത് നമ്മളെ ജനങ്ങൾക്കല്ല. അവിടെ നേവി ഉണ്ട്, കോസ്റ്റ് ഗാർഡ്, അവരൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അവരെ പ്രിമിസസിനുള്ളിൽ. ഒരു നിമിഷം കാസിം, സജീഷ്, ഇത് ലക്ഷദ്വീപിൽ നിന്നുള്ള BJP പ്രതിനിധിയുടെ വാക്കുകളാണ്. PR ശിവശങ്കർ താങ്കൾക്ക് കൂടി വേണ്ടിയാണ് കാസിം പറയുന്നത്. അതുകൊണ്ട് ഒരു നിമിഷം PR ശിവശങ്കർ. സജീഷ് ചർച്ചയിൽ വളരെ കുറച്ചേ പങ്കെടുത്തിട്ടുള്ളൂ. എനിക്ക് സജീഷിന് കൂടി ഒരു അവസരം കൊടുക്കണം. അതിനുശേഷം PR-ലേക്ക് ഞാൻ മടങ്ങി വരാം. സജീഷ് പോകുന്നില്ല, സജീഷ് തുടരും. സജീഷ് താങ്കൾക്കുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും തന്നേ പോകും. സജീഷ് പറഞ്ഞോ. ഞാൻ ചോദിക്കട്ടെ ഡോക്ടർ അരുൺ, ഒരു കാര്യം
ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഇവർ ലക്ഷദ്വീപിലെ രണ്ടുപേരും ഇരുന്ന് കാസിം ഒരു നിമിഷം തുടരുക. കാസിം ഞാൻ പറയട്ടെ, ലക്ഷദ്വീപിലെ ഒറ്റ നിമിഷം 5 മിനിറ്റ് എനിക്ക് താ. കാരണം ഇവിടെ പലരും കൊണ്ടുപോകുന്ന രീതി തെറ്റാണ്, പല രൂപത്തിലേക്കാണ് പോണത്. എന്തിനാണ് ലക്ഷദ്വീപ് കേന്ദ്രഭരണ പ്രദേശമായ ചെറിയ തുരുത്തുള്ള ദ്വീപിനെ ഇത്രയും മനോഹരമായിട്ടും വളരെ ഡെവലപ്മെന്റ് കൂടി കേന്ദ്ര ഗവൺമെന്റ് മോദിജിയുടെ ഒക്കെ സ്പെഷ്യൽ ഇൻട്രസ്റ്റ് എടുത്ത് കൊണ്ടുവരുന്ന ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ 1200 കോടിന്റെ ആണ്. 1200 കോടി രൂപ ശരി ശരി ശരി, ഞാൻ വരാം. അതിന്റെ വികസന പ്രവർത്തനങ്ങളുടെ കണക്ക് നമുക്ക് പിന്നീട് നിർത്താം. അതിന് മുമ്പ് ഞാൻ വരാം, തീർച്ചയായും അതിന് അവസരം തരാം. ഒരു നിമിഷം കാസിം, നമ്മൾ ചർച്ച ചെയ്യാൻ വന്നിരിക്കുന്നത് അങ്ങടക്കം കത്തെഴുതിയ പ്രഫുല്ല ഖോഡ പട്ടേലിന്റെ ഭരണപരിഷ്കാരങ്ങളെ കുറിച്ചാണല്ലോ. ഒരു സെക്കൻഡ് സജീഷ്, ഇതാണ് കാസിം പറയുന്നത്. അവിടെ കുഴപ്പമൊന്നുമില്ല, ഒരു ഡ്രാഫ്റ്റ് വന്നു, അതിന് ഇത്ര പൊലിപ്പിച്ച് കാണിക്കരുത് എന്നാണ്. ഡോക്ടർ അരുൺ, ഒരു ഞാൻ ഇത്ര നേരവും വളരെ ക്ഷമയോടുകൂടി തന്നെ കാത്തു നിന്നതാണ്. ഒന്ന് അദ്ദേഹത്തോട് നിർത്താൻ പറയൂ പ്ലീസ്. താങ്കൾക്ക് തുടരാം. അതായത് ഡോക്ടർ അരുൺ, ഞാൻ ഇത്ര നേരവും ഇത്ര ക്ഷമയോടുകൂടി സാധാരണഗതിയിൽ ഒരു ചർച്ചയിലാണെങ്കിൽ ഞാൻ 1-2 വാചകത്തിൽ ഇടപെട്ടു എന്നല്ലാതെ ഇടപെടാതിരുന്നത് കുറച്ച് പോസിറ്റീവായി താങ്കൾ ഉൾപ്പെടെ ഇടപെട്ട്, അല്ലെങ്കിൽ മറ്റു ചിലർ ഉണ്ടായിരുന്നു, അവരിടപെട്ട് ഇവരുടെ നിഷ്കളങ്കതയിൽ ഒളിപ്പിച്ച ഏറ്റവും കപടമായ മുഖം തുറന്നു കാണിക്കപ്പെടട്ടെ എന്ന് കരുതിയിട്ടാണ്. പക്ഷെ ഒരു കാര്യം നമ്മൾ കാണേണ്ടത്, വളരെ കൃത്യമായ ലക്ഷ്യം BJPക്ക് RSSന് ഈ കാര്യത്തിലുണ്ട്. എന്താണ് ലക്ഷ്യം? ഒന്ന്, അവരെ തകർക്കുക, അതിന് തൊഴിലില്ലാത്തവരാക്കി മാറ്റണം. 1500ഓളം ആളുകളെ പിരിച്ചുവിട്ടു എന്ന് ഞാൻ പറഞ്ഞത് ഓർഡർ ഇട്ടിട്ടാണല്ലോ, ഡ്രാഫ്റ്റ് അല്ല, ഓർഡർ ഇട്ടു. വിവിധ മേഖലകളിൽ നിന്ന് പിരിച്ചുവിട്ടു. അത്രയും മനുഷ്യരേ ഉള്ളൂ. 65,000 പേരുള്ളതിലാണ് 1500 പേരെ ഗവൺമെന്റ് ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടിരിക്കുന്നത്. ഓർഡർ ഇട്ടിട്ട് തന്നെയാണ് പിരിച്ചുവിട്ടത്. 500 പേർക്ക് ലഭിക്കേണ്ട സർക്കാർ ജോലി ധനകാര്യ മന്ത്രാലയം കേന്ദ്ര ഗവൺമെന്റ് അംഗീകരിച്ചതാണ്. നേരത്തെയുള്ള ഡയറക്ടർ അഡ്മിനിസ്ട്രേറ്റർ അംഗീകരിച്ച് ഒപ്പിട്ടതാണ്. കൊടുക്കണ്ട എന്ന് തീരുമാനിച്ചു. LDC UDC എല്ലാം ഉൾപ്പെടെ, ഞാൻ അതിലേക്ക് പോകുന്നില്ല. പഠനമില്ലാതാക്കാൻ വേണ്ടി 38 അങ്കനവാടി പൂട്ടാൻ വേണ്ടി തീരുമാനിച്ചു. ഓർഡർ ഇട്ടിട്ട് തന്നെയല്ലേ പൂട്ടിയത്? ഇല്ല എന്നിവർ രണ്ടുപേരും നിഷേധിക്കോ? ഇല്ലല്ലോ. ആരോഗ്യമില്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് കോവിഡിന്റെ സകല പ്രോട്ടോകോളും ഇല്ലാതാക്കി. അതിന്റെ ഭാഗമായി കഴിഞ്ഞ 1 വർഷമായി ഒരു കോവിഡ് മരണം പോലും ഇല്ലാത്ത ഒരു പ്രദേശത്ത്, കോവിഡ് റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത ഒരു പ്രദേശത്ത് ഇന്ന് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 68% എത്തിയിരിക്കുന്നു. ഒരു മനുഷ്യരെ കൊല്ലാനുള്ള പരിപാടി, ജീവനും ജീവിതവും ഇല്ലാതാക്കുന്ന പ്രവർത്തനം നടത്തുക. അപ്പൊ സാമ്പത്തികമായി തകർത്താൽ എന്താണ് ഇവർ ലക്ഷ്യം വെക്കുന്നത്? ഇവിടെ ആവർത്തിച്ച് കുറ്റകൃത്യത്തിന്റെ കാര്യം ചർച്ച ചെയ്തല്ലോ ഡോക്ടർ അരുൺ. വളരെ നിഗൂഢമായ ഒരു ലക്ഷ്യം ഈ അഡ്മിനിസ്ട്രേറ്റർക്കും BJPക്കും ഉണ്ട്. എന്തുകൊണ്ടാണ് ലക്ഷദ്വീപിൽ കുറ്റകൃത്യം ഇല്ലാത്തത്? ലക്ഷദ്വീപുകാരെ നമ്മളെല്ലാം വിശേഷിപ്പിക്കുന്നു നിഷ്കളങ്കർ, അവർ കുഴപ്പക്കാരല്ല എന്ന് വിശേഷിപ്പിക്കുന്നതിന്റെ കാരണം എന്താണ്? അവർക്ക് അങ്ങനെ ആകേണ്ട കാര്യമില്ല. താങ്കൾ നേരത്തെ പറഞ്ഞല്ലോ, വാതിലുകൾ തുറന്നിടാം, കളവ് നടത്തേണ്ട കാര്യമില്ല. ഒരു വിധപ്പെട്ട ആളുകൾക്ക് അവിടെ ജോലി ലഭിക്കും, ഒരു വരുമാനത്തോടെ മാന്യമായി ജീവിക്കാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് ഒരു തുല്യതയുള്ള ഒരു സമൂഹമാണ് ലക്ഷദ്വീപ് എന്ന് പറയുന്നത്. അവിടെയാണ് ആ തുല്യത ഇല്ലാതാക്കി കളഞ്ഞാൽ ഒരു വരുമാനവും ഇല്ലാത്ത അവസ്ഥ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുക. പ്രാദേശികമായ കോൺട്രാക്ടർമാർക്ക് കോൺട്രാക്ട് കൊടുക്കാതെ ഗുജറാത്തിൽ നിന്ന് കോൺട്രാക്ടർമാരെ കൊണ്ടുവരാൻ വേണ്ടി തീരുമാനിച്ചു. കോൺട്രാക്ട് ഇല്ലാതാക്കിയില്ലേ? ഓർഡർ ഇല്ലാത്ത കാര്യമാണോ? അതുപോലെ തന്നെയാണ് പാവപ്പെട്ടവർക്ക് വീട് നിർമ്മിക്കാൻ ഇവിടുന്ന് പോകുന്ന മെറ്റൽ, അതുപോലെ തന്നെ മണ്ണ്, ഇതെല്ലാം ഉണ്ട്. ഇതിന് സബ്സിഡി ഉണ്ട്. ആ സബ്സിഡി വേണ്ടാന്ന് തീരുമാനിച്ചു. പിന്നെ അതുപോലെ തന്നെ ഇവരുടെ ലാൻഡ്, ഇവരുടെ ഭൂമി അവിടെ സർക്കാർ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട്. അതായത് തദ്ദേശീയരുടെ ഭൂമി സർക്കാർ ആവശ്യത്തിന് ഉപയോഗിക്കുമ്പോൾ അതിന് മീറ്റർ സ്ക്വയർ ഫീറ്റിന് നേരത്തെ ഉണ്ടായിരുന്നു, ഈ അഡ്മിനിസ്ട്രേറ്റർ വരുന്നവരെ ഉണ്ടായിരുന്ന, അവർ കൊടുത്തിരുന്ന വാടക, ഗവൺമെന്റ് ഇവർക്ക് കൊടുത്തിരുന്ന വാടക 35 രൂപയായിരുന്നുവെങ്കിൽ ഇപ്പൊ പകുതിയിലധികം 15 രൂപയായത് കുറച്ചിരിക്കുന്ന ഓർഡർ അല്ലേ എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായ ഒരു സമൂഹത്തെ ഇല്ലായ്മ ചെയ്ത് പകരം ടൂറിസത്തിനൊന്നും ആരും എതിരല്ല. ഇവരിങ്ങനെയാണ് അവതരിപ്പിക്കുക എന്നുള്ളതാണ് പ്രശ്നം. അവിടെ ടൂറിസം എന്ന് പറയുന്നത് ഏതാനും കുത്തകളെ കൊണ്ടുവരികയാണ്. നേരത്തെ പറഞ്ഞല്ലോ, പാലുൽപാദനത്തിന്റെ കാര്യം പറഞ്ഞപ്പോ അത് നഷ്ടാണ്. 38 പശുവേ ഉള്ളൂ എങ്കിൽ അതിനെ സംരക്ഷിക്കാനുള്ള പണിയെടുക്കുകയല്ല, പകരം അമൂലിനെ കൊണ്ടുവരണം. BJPയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കോപ്പറേറ്റീവ് സ്ഥാപനത്തെ തന്നെ. ഈ അമൂൽ എങ്ങനെയാണ് സർ കോപ്പറേറ്റീവ് സ്ഥാപനമാവുന്നത്? അതൊരു സഹകരണ സ്ഥാപനമല്ലേ? അതെ, അത് തന്നെയാണല്ലോ ഞാൻ പറഞ്ഞത്, സഹകരണ സ്ഥാപനം. അങ്ങ് ഉദ്ദേശിച്ച കോപ്പറേറ്റീവ് എന്ന് ഉദ്ദേശിച്ചതാണോ കോർപ്പറേറ്റ് ആണോ ഉദ്ദേശിച്ചത്? ഞാൻ വ്യക്തമായി ഞാൻ പറഞ്ഞതിൽ തെറ്റിട്ടില്ല. അരുണ് തെറ്റണ്ട. കോപ്പറേറ്റീവ് എന്ന് തന്നെ ഞാൻ പറഞ്ഞത്, കോർപ്പറേറ്റ് എന്നല്ല. ഒരു ഇടതുപക്ഷക്കാരനെ അങ്ങ് കോപ്പറേറ്റീവ് സ്ഥാപനത്തെ അങ്ങനെ പറയില്ല എന്ന് ധരിച്ചാണ് ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചത്. ബോധപൂർവം തന്നെ ഞാൻ കോർപ്പറേറ്റീവ് എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? BJPയുടെ നിയന്ത്രണത്തിലുള്ള കോർപ്പറേറ്റീവ് ആണത്.
അതുകൊണ്ട് സാർ ഇടതുമുന്നണിയുടെ നേതൃത്വത്തിലുള്ള കോപ്പറേറ്റീവ് സ്ഥാപനങ്ങൾ മാത്രമേ ഇന്ത്യയിൽ പ്രവർത്തിക്കാവൂ. ബി.ജെ.പി. അവരുടെ നല്ല പാർട്ടിയാണ്, ദേശീയ പാർട്ടിയാണ്, രാജ്യം ഭരിക്കുന്ന പാർട്ടിയാണ്, അവർക്ക് കോപ്പറേറ്റീവ് സ്ഥാപനങ്ങളുണ്ട്. ഡോക്ടർ അരുൺ, അതിൽ നമ്മൾ തമ്മിലൊരു തർക്കത്തിലേക്ക് വേണ്ട. അതല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം. ഞാൻ പറഞ്ഞത് ഇതാണ്, അവർക്ക് താല്പര്യമുള്ളവരെ കൊണ്ടുവരുന്നു. ഇനി ഒരു കാര്യം കൂടി, കേരളവുമായുള്ള ഇവരുടെ ബന്ധം. അവിടെ ഈ പശുവിന്റെ കാര്യം പറഞ്ഞല്ലോ, 10 പേർക്ക് ചികിത്സിക്കാനുള്ളൊരു സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഇല്ല ലക്ഷദ്വീപിൽ. കേന്ദ്രഭരണമാണല്ലോ, അത് ഉറപ്പുവരുത്താൻ വേണ്ടി ഈ അഡ്മിനിസ്ട്രേറ്റർ ശ്രമിച്ചിട്ടുണ്ടോ? 10 പേർക്ക് ഓക്സിജൻ ബെഡ് കൊടുക്കാനുള്ള സംവിധാനമില്ല, വെന്റിലേറ്റർ കൊടുക്കാനുള്ള സംവിധാനമില്ല. മുന്നണിയുടെ സഹകരണത്തോടു കൂടി UPA ഭരിച്ചൊരു കാലം ഉണ്ടായിരുന്നേ. ഡോക്ടർ അരുൺ, ഞാൻ അതല്ല പറയുന്നത്. ഇത് എവിടെയാണ് ഞാനിത് ചേർക്കുന്നത്? ഞാനിത് ചേർത്ത് വെക്കുന്നത് അവർ പാലിന് വില കൊടുക്കാനാണ് ഇത് ചെയ്യുന്നത് എന്ന് പറയുമ്പോഴും, അതുപോലെ തന്നെ മാംസം കൂടുതൽ സൗകര്യപ്രദമായി കിട്ടാനാണ് ഇത് ചെയ്യുന്നത് എന്ന് പറയുമ്പോഴും, ടൂറിസം ഡെവലപ്പ് ചെയ്യാനാണ് ഇത് ചെയ്യുന്നതെന്ന് പറയുമ്പോഴും അതല്ല എന്ന് പറയാൻ വേണ്ടിയാണ്. നമുക്ക് പോരായ്മകളോ മറ്റു കാര്യങ്ങളോ ചർച്ച ചെയ്യാം, അതിന് ഞാൻ എതിരെയല്ല. പക്ഷേ നമ്മൾ കാണേണ്ടത് അങ്ങനെയുള്ള, ഇപ്പൊ അവിടുന്ന് എവിടെയാണ് ഈ ലക്ഷദ്വീപുകാർ കോവിഡ് വന്നാൽ, അസുഖം വന്നാൽ വരുന്നത്? കൊച്ചിയിലേക്കല്ലേ, മംഗലാപുരത്തേക്കല്ലല്ലോ. മംഗലാപുരത്തേക്കാണ് ഇനി എല്ലാ കാര്യത്തിനും ആശ്രയിക്കേണ്ടത് എന്ന സ്ഥിതി വരുത്തിയല്ലേ. കേരളവുമായിട്ടുള്ള എല്ലാ ബന്ധവും ഉപേക്ഷിക്കണം, മംഗലാപുരത്തേക്ക്. അതാണോ? എത്ര ദൂര വ്യത്യാസമുണ്ട്? ശിവശങ്കർ പറയട്ടെ, കോഴിക്കോടേക്ക് എത്ര ദൂരാണ്? ആ ചോദ്യത്തിലേക്ക് തന്നെയാണ് നമ്മൾ വരുന്നത്. ശ്രീ സജീഷ്, എനിക്ക് വെൽക്കം ബാക്ക്. എൻകൗണ്ടർ പരിശോധിക്കുന്നത് ഇനി ലക്ഷ്യം ദീപോ എന്നാണ്. നമുക്കിപ്പം BJP പ്രതിനിധി PR ശിവശങ്കർ ഇപ്പോഴുണ്ട് ഉത്തരം നൽകാനായി. PR ശിവശങ്കർ, ഏറ്റവും ഒടുവിൽ SK സജീഷ് ചോദിച്ച ചോദ്യത്തിൽ നിന്ന് തുടങ്ങാം. 383 കിലോമീറ്ററാണ് ബേപ്പൂരിൽ നിന്ന് കവരത്തിക്കുള്ള കടൽ വഴിയുള്ള ദൂരം. 916 കിലോമീറ്റർ ഉണ്ട്, 3 മടങ്ങ് ദൂരമുണ്ട് മംഗലാപുരത്ത് നിന്ന് ഈ ലക്ഷദ്വീപിലേക്ക് പോകാൻ. എന്തുകൊണ്ടാണ് സാർ 383 കിലോമീറ്റർ ദൂരമുള്ള ബേപ്പൂർ വിട്ടിട്ട് 916 കിലോമീറ്റർ ദൂരമുള്ള ഈ മംഗലാപുരത്ത് ചരക്ക് നീക്കവും ഈ അനുബന്ധ സാധനങ്ങളുടെ നീക്കവും ഒക്കെ ആക്കി മാറ്റാൻ ഈ അഡ്മിനിസ്ട്രേറ്റർ ഉത്തരവിടുന്നതിന്റെ കാരണം? ഇതിന്റെ ഉത്തരം ഡീറ്റെയിൽ ആയിട്ട് പല ചർച്ചകളിലും പലരും പറഞ്ഞു കഴിഞ്ഞാണ്. എന്നാലും 2017 മുതൽ 3 പ്രാവശ്യമാണ് അവിടുത്തെ UT ടെറിട്ടറിയിലെ അഡ്മിനിസ്ട്രേറ്റർ ബേപ്പൂർ തുറമുഖം ഓൾ സീസൺ ഷിപ്പ് അടുക്കാൻ പറ്റുന്നതല്ല, അവിടെ ഡെവലപ്മെന്റ് വേണം, ഞങ്ങൾ തന്നെ പണം മുടക്കി അത് ചെയ്യാമെന്ന് പറഞ്ഞ് അയച്ചിട്ട് സംസ്ഥാനത്തെ ഇരുമുന്നണികളും അത്തരത്തിലുള്ള ഡെവലപ്മെന്റ് ചെയ്തില്ല എന്ന് മാത്രമല്ല, അവിടെ കയറ്റിറക്കുമതി കൂടുതലാണ്, മറ്റു പല ചെലവുകൊണ്ട്. അതുകൊണ്ട് പല കോൺട്രാക്ടർമാരും മാംഗ്ലൂർ തുറമുഖം സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ശരി. ബേപ്പൂർ തുറമുഖം ശരിയാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇങ്ങോട്ട് കൊണ്ടുവരാവുന്നതാണ്, അതിലൊരു തെറ്റുമില്ല. 1. 2, താങ്കൾ പറഞ്ഞ ആദ്യത്തെ ഒരു കാര്യം തെറ്റുണ്ട്. കൊച്ചി, താങ്കളല്ല അതിനു മുൻപ് പറഞ്ഞു ഒരു കൺവെൻഷൻ അല്ലെങ്കിൽ ആക്ടിവിറ്റി നടക്കുന്നില്ല എന്ന് പറയുന്നു. മാർച്ച് 19 തീയതി 2021 ഞാൻ അങ്ങേക്ക് അയച്ചിട്ടുണ്ട് ഹിന്ദു പത്രത്തിന്റെ റിപ്പോർട്ട്. AK-47 ammunition seized from the boat of the Lakshadweep in a joint operation by the Navy, Coast Guard and Island Administration. An AK-47 rifle, 1000 rounds of ammunition and other substantial quantity of the heroin and other seized from the 3 fishing boats of the minority island in Minicoy Island in ലക്ഷദ്വീപ് എന്ന് പറഞ്ഞ വാർത്ത പോകുന്നു. ഹിന്ദു പത്രത്തിലെ വാർത്തയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ക്രൈം ലക്ഷദ്വീപിലെ ബോട്ടിൽ നിന്നും നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ മുഴുവൻ ആളുകളും തെറ്റുകാരല്ല, ചിലപ്പോൾ അവിടുത്തെ ജോലിക്കാരുമായിരിക്കില്ല. പക്ഷെ അതുമായിട്ട് ബന്ധപ്പെട്ട പല ഇത് നടക്കുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. 2, ടെമ്പററി ജോലി. അവിടെ തൊഴിലാളികളെ പിരിച്ചുവിട്ടതിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഭൂരിഭാഗം പേരും ഒരൊറ്റ അവിടുത്തെ പെർമനന്റ് എംപ്ലോയിയെ പിരിച്ചുവിട്ടിട്ടില്ല. ഇത്തരത്തിൽ ടെമ്പററി എംപ്ലോയ്മെന്റ് അവരെ കഴിഞ്ഞ 1 വർഷമായി അവരെ തൊഴിൽ നൽകിയിരുന്നു. ഒട്ടും പ്രവർത്തനങ്ങളില്ലാത്ത ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊക്കെ പോലും തൊഴിൽ നൽകിയിരുന്നു. ടെമ്പററി ജോലിക്കാരെ പിരിച്ചുവിട്ടും തെറ്റാണ്. അതാണെങ്കിൽ കേരളത്തിൽ നടന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ടെമ്പററി ജോലിക്കാരെ നിരന്തരം ജോലിക്ക് വെക്കാൻ പറ്റുകയില്ല, അവിടെ ജോലിക്കാരെ എടുക്കേണ്ടതാണ്. 3, അവിടുത്തെ ഗുജറാത്തികളായ കോൺട്രാക്ടർമാരെ കൊണ്ടുവരുന്നു. എനിക്ക് മനസ്സിലാവുന്നില്ല അവിടെ ഏതെങ്കിലും കോൺട്രാക്ട് കൊടുത്തിട്ട് ഗുജറാത്തികളെ മാത്രമേ വരാൻ പാടുള്ളൂ എന്നുള്ള രസകരമായ കാര്യം എന്താ അറിയോ? നമ്മുടെ ഈ പ്രഫുൽ ഖോഡ പട്ടേൽ ഉണ്ടല്ലോ, ആളുടെ പൂർവ്വചരിത്രം അറിയാമോ ശ്രീ PR ശിവശങ്കറിന്? അദ്ദേഹം ഈ ഗുജറാത്തിലെ ആഭ്യന്തരമന്ത്രി ആവുന്നതിന് മുമ്പ് എന്ത് ജോലിയാണ് ചെയ്തിരുന്നെന്ന് അറിയാമോ PR ശിവശങ്കറിന്? ഞാൻ അത് ഓരോരുത്തരുടെ ബാക്ക്ഗ്രൗണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ അല്ല, ആ ബാക്ക്ഗ്രൗണ്ട് അറിയാമോ ശ്രീ PR ശിവശങ്കറിന്? പ്രേക്ഷകർക്ക് അറിയാൻ വേണ്ടി ഒരു കൗതുകമുണ്ട്, അതുകൊണ്ടാണ്. കോൺട്രാക്ടർ ആയിരിക്കും. അദ്ദേഹം റോഡ് കോൺട്രാക്ടർ ആയിരുന്നു. ആ റോഡ് കോൺട്രാക്ടർ ആയിരുന്നു എന്ന് മാത്രമല്ല, ദാമനിലെ വിനോദ് ചൗധരി ഗ്രൂപ്പിന് വേണ്ടിയിട്ട് 700 മീറ്റർ തീരപ്രദേശം ഒഴിപ്പിച്ചു കൊടുത്ത മഹാനാണ് ഇദ്ദേഹം. അല്ല, അതുകൊണ്ട് ഗുജറാത്തിലെ ആൾക്കാർക്ക് കോൺട്രാക്ട് കൊടുത്തിട്ടുണ്ട് അവിടെ. ആരാണ് കോൺട്രാക്ടർ എന്ന് ചോദിച്ചപ്പോൾ അഡ്മിനിസ്ട്രേറ്റർ തന്നെ ഒരു കാലത്ത് വലിയ കോൺട്രാക്ട് ആയിരുന്നു എന്ന് പറഞ്ഞതാ. അതൊക്കെ നമുക്ക് വിടാം, ബാക്കിയൊക്കെ ഇനി വരുന്ന ദിവസങ്ങളിൽ ചർച്ച ചെയ്യട്ടെ. പക്ഷെ അങ്ങ് എന്നോട് പ്രോമിസ് ചെയ്തു പോയ ഒരു ചോദ്യമുണ്ട്. ഈ ബീഫ് ബാനുമായി ബന്ധപ്പെട്ട സെക്ഷൻ 8
അതിലെന്തെങ്കിലും ലീഗൽ ഉപദേശം കിട്ടിയോ ശ്രീ പി ആർ ശിവശങ്കറിന്? അല്ല, ഒരു മിനിറ്റ് അരുൺ ഇത്ര കൃത്യമായി ഈ കാര്യം പറഞ്ഞപ്പോ ഈ ഗുജറാത്തിലെ കോഓപ്പറേറ്റീവ് സൊസൈറ്റി അമുലിനെ കുറിച്ച് ഇത്ര തർക്കിച്ചല്ലോ. അമുല് കഴിഞ്ഞ സെപ്റ്റംബർ 1-ാം തീയതി നടന്ന തെരഞ്ഞെടുപ്പിൽ 11 ഡയറക്ടറിൽ 9 പേരും കോൺഗ്രസ്സുകാരാണ് ജയിച്ചത്. അത് നിങ്ങൾക്ക് രണ്ടുപേർക്ക് അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അങ്ങനെയും കൂടെ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് BJP-യുടെ ഒന്നുമല്ല. അപ്പോ കോൺഗ്രസ്സുകാരനായ ഡയറക്ടർ ബോർഡാണ് ജയിച്ചത്. ഞങ്ങൾ സത്യത്തിൽ എതിർക്കുകയാണ് അങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇദ്ദേഹത്തിന്റെ കണക്ക് പറഞ്ഞാൽ. അപ്പൊ അതുമല്ല സംഭവിച്ചു. ഇത്തരത്തിലുള്ള കാര്യങ്ങളുണ്ട് അവിടെ പറയണം. അപ്പൊ അതൊരു സഹകരണ സ്ഥാപനം, അത് ഏറ്റവും നല്ല പാല് കൊടുക്കുന്നു, മിനിമയാണ് ബെറ്റർ പ്രൈസ് കൊടുക്കുന്നത്, തീർച്ചയായിട്ടും അതിനെ കുറിച്ച് ആലോചിക്കുന്നതാണ്. അപ്പോ ഇത്തരത്തിലുള്ള തെറ്റായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ ഇതിന്റെ കൂടെ പറഞ്ഞു തീർക്കട്ടെ. ഈ വികസനം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കാണുന്ന ചെറിയ വികസനമല്ല അവിടെ നടക്കുന്നത്. ഇപ്പോ ഈ ടൂറിസ്റ്റുകൾക്ക് സഞ്ചരിക്കുവാനായിട്ട് കേന്ദ്ര സർക്കാരിന്റെ ഒരു പ്രത്യേക ഷിപ്പ് ഇറക്കുന്നു, അവിടെ എക്കോ ടൂറിസം പദ്ധതികൾ തുടങ്ങുന്നു, അവിടെ ബാർജിൽ ജനറേറ്റർ വെച്ചുകൊണ്ട് അവിടെ 24/7 ജനറേറ്റർ സൃഷ്ടിക്കുന്നു, സോളാർ പാനലുകൾ വെച്ചുകൊണ്ട് അവിടെ ഒരു ബിത്ര എന്നുള്ള ഐലൻഡ് മുഴുവൻ സോളാർ പാനൽ പദ്ധതി നടപ്പിലാക്കിക്കൊണ്ട് ഇലക്ട്രിസിറ്റി നടപ്പിലാക്കിയിരിക്കുന്നു, ഉഡാനിൽ പെടുത്തിക്കൊണ്ട് അവിടെ 240 കോടി രൂപ മുടക്കിക്കൊണ്ട് അവിടെ എയർപോർട്ട് ഡെവലപ്പ് ചെയ്യുന്നു, ഫൈബർ കണക്ടിവിറ്റി, അണ്ടർ സീ വാട്ടർ കണക്ടിവിറ്റി. എന്തിനെയാണ് എതിർത്തത്? താങ്കൾ എന്താണ് പറയുന്നത്? ഞാൻ ചോദിച്ചല്ലോ, ഇതിനൊന്നും ആരും എതിർത്തിട്ടില്ല. ഞങ്ങൾ പറഞ്ഞ ഇതേതെങ്കിലും ആണോ? ഞാൻ ചോദിച്ചതിന് താങ്കൾ മറുപടി പറയൂ. എന്തിനാണ് ലോക്കലി കോൺട്രാക്ട് കൊടുക്കില്ല എന്ന് തീരുമാനിച്ചത്? എന്തിനാണ് ലോക്കലി കോൺട്രാക്ടുകളെ, സാധാരണ തൊഴിലെടുത്ത് ജീവിക്കുന്ന ആളുകളെ ഒഴിവാക്കിയത് എന്തിനാണ്? നമ്മൾ ചോദിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിന് ഉത്തരം പി ആർ ശിവശങ്കർ തരാമെന്ന് പറഞ്ഞിരുന്നു. ശ്രീ പി ആർ ശിവശങ്കർ, ഞാൻ അങ്ങയോട് ചോദിച്ച ചോദ്യം ആ ഡ്രാഫ്റ്റിലെ സെക്ഷൻ 8 മായി ബന്ധപ്പെട്ട ബീഫ് ബാനുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അക്കാര്യത്തിൽ താങ്കൾക്കൊരു നിയമോപദേശം കിട്ടിയോ? താങ്കൾ മനസ്സിലാക്കുന്നത് എന്താണ്? അത് ബീഫ് ബാൻ ആണോ അല്ലയോ? അത് തീർച്ചയായിട്ടും അതൊരു ഡ്രാഫ്റ്റ് പദ്ധതിയിൽ പഠിപ്പിക്കുന്ന കാര്യമാണ്. അത് തിരുത്തൽ വേണ്ടതാണ്. ഞാൻ മനസ്സിലാക്കുന്നത് വി മുരളീധരൻ സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കുന്ന കാലഘട്ടത്തിൽ വ്യക്തമായി പറഞ്ഞതാണ്, ഞങ്ങൾക്ക് ജനങ്ങളുടെ തീന്മേശയിലേക്ക് എത്തി നോക്കേണ്ട ആവശ്യമില്ല, അവിടുത്തെ ജനങ്ങൾക്ക് തീരുമാനിക്കാം എന്ത് ഭക്ഷണം കഴിക്കണം. ഈ ഡ്രാഫ്റ്റ് പിൻവലിക്കുന്നതാണ് നല്ലത് എന്നാണ് താങ്കളുടെയും അഭിപ്രായം അല്ലെ പി ആർ ശിവശങ്കർ? അതിൽ തിരുത്തുകൾ ഉണ്ടെങ്കിൽ തിരുത്താം എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. തീർച്ചയായിട്ടും അതുകൊണ്ട് ഞാൻ പറഞ്ഞത് BJP ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളും തിരുത്തപ്പെടേണ്ടതാണ്. നമുക്ക് ശ്രീ പി ആർ ശിവശങ്കർ ലൈറ്റർ നോട്ടിൽ ഇത് അവസാനിപ്പിക്കാം. ഈ ദ്വീപ് നിവാസികളുടെ മിഠായി കഴിച്ചിട്ടുണ്ടോ പി ആർ ശിവശങ്കർ? നല്ല രസമാണ്, ഭയങ്കര ഇഷ്ടമുള്ള മിഠായി. നമുക്കൊരു ദിവസം ഈ പ്രഫുല്ല ഖോഡ പട്ടേലൊക്കെ പോയതിനു ശേഷം നമുക്കൊരു ദിവസം ഈ ലക്ഷദ്വീപിൽ ഒരുമിച്ചൊന്ന് പോകണം. നല്ല മിഠായി, മനുഷ്യ സ്നേഹമുള്ളവരോട് പറയേണ്ട കാര്യം, നല്ല മിഠായി, നല്ല ബീഫും ഒക്കെ കഴിച്ച് ഈ പി ആർ ശിവശങ്കർ നമുക്ക് ലക്ഷദ്വീപിന്റെ ശരി അങ്ങേക്ക് ചിക്കൻ സജീഷിന് ബീഫ് ശരി, നമുക്ക് അവിടെയുള്ള കുറച്ച് നല്ല മനുഷ്യരെ കാണണം. അവർ കുറച്ചുപേർ എന്റെ ഫോണിലേക്ക് തുടരെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ മനുഷ്യരെ നമുക്കൊന്ന് കാണണം പി ആർ ശിവശങ്കർ. എന്നിട്ട് നമുക്ക് അവിടെ വട്ടം കൂടിയിരുന്ന മനുഷ്യരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യണം. നന്ദി ശ്രീ പി ആർ ശിവശങ്കർ നമുക്കൊപ്പം ചേർന്നതിന്. നന്ദി ശ്രീ എസ് കെ സജീഷ് നമുക്കൊപ്പം ചേർന്നതിന്. ഒപ്പം മുഹമ്മദ് കാസിം BJP-യുടെ ലക്ഷദ്വീപിലെ ജനറൽ സെക്രട്ടറി, ഒപ്പം ലക്ഷദ്വീപിലെ MP മുഹമ്മദ് ഫൈസൽ, അതിഥിയായി നമുക്കൊപ്പം എത്തിയ സാമൂഹ്യ പ്രവർത്തക അഡ്വക്കേറ്റ് ആറ്റബി എന്നിവർക്ക് നന്ദി അറിയിക്കുന്നു. ലക്ഷദ്വീപിന് ദ്വീപിലെ മിഠായിയെ പോലെ തന്നെ മധുരമാണ് അവിടുത്തെ മനുഷ്യരുടെ മനസ്സിന്. ആ മനസ്സിനെയാണ് നമ്മൾ കാണുന്നതും ആദരിക്കുന്നതും. ഗുണ്ട ആക്ട് കൊണ്ട് നിങ്ങൾക്കൊരു നാടിനെ ചാപ്പ കുത്താം, പക്ഷേ നാടിൻ്റെ മനസ്സിനെ മാറ്റാൻ കഴിയില്ല. എൻകൗണ്ടർ അവസാനിക്കുന്നു.